رفا من البحر أو رصفا من الديم مولاي وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي لم دائما أبدا على حبيبك خير الخلق كلهم وخالط الصلح نلت الصلاح بهم فإنهم في وجوه الأرض أقمار مولاي صل وسلم على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ മഹത്തായ വേദിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട KM സൈദലവി ഹാജി അവർകളെ, ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, ബഹുമാനപ്പെട്ട ദാൽഹുദയുടെ ജനറൽ സെക്രട്ടറി ചമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി അവർകളെ, ബഹുമാനപ്പെട്ട ദാൽഹുദയിലെ ഉസ്താദ് യൂസുഫ് ഫൈലി, മൂന്നിയൂർ ഹംസ സാഹിബ്, മറ്റു ഉസ്താദുമാരെ, നേതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സ്വീകരിച്ച് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഈ ദുആയിൽ ദ്വാരക്കാൻ പറഞ്ഞ് ആവശ്യപ്പെട്ട ഒരു കുട്ടിക്ക് വേണ്ടി, ചെറിയ കുട്ടിയാണ്, ആ കുട്ടിക്ക് ക്യാൻസറാണെന്നാണ് പറയപ്പെടുന്നത്. ടെസ്റ്റിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അല്ലാഹുവേ, വിശുദ്ധ റമളാനിൽ ഞങ്ങൾ ഈ ഇൽമിന്റെ മജ്ലിസിൽ ഈ മഹത്തായ സാദാത്തുമാരും പണ്ഡിതന്മാരും സാധാരണക്കാരും ഒരുപാട് ഇൽമിനെ സ്നേഹിക്കുന്ന സഹോദര സഹോദരിമാരുമൊക്കെ കൂടിയ ഈ മജ്ലിസിൽ ഞങ്ങൾ ചോദിക്കുന്ന റബ്ബേ, ആ കുട്ടിന്റെ റിസൾട്ട് വരുമ്പോൾ ക്യാൻസർ അല്ല എന്ന വിവരം നിങ്ങൾക്ക് നൽകണോ തമ്പുരാൻ. അല്ലാഹുവേ, അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട് മുഴുവൻ ആളുകളെയും നിന്റെ റഹ്മത്ത് ഫദ്ൽ കൊണ്ട് കാത്തുരക്ഷിക്കണോ തമ്പുരാൻ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. കൊടുങ്കാറ്റും തീക്കാറ്റും അന്ത്യനാൽ എടുത്തിട്ടുണ്ടോ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മുടെ മുസ്തഫ ഹുദവി ഇവിടെ പ്രസംഗിക്കും ഇൻഷാ അല്ലാഹ്. ഇന്നലെ ഇവിടുത്തെ പ്രഭാഷണം കഴിഞ്ഞ് UAE പോയതാണ്. അവിടുത്തെ പ്രഭാഷണം കഴിഞ്ഞ് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇങ്ങോട്ട് ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. അടുത്ത സമയത്ത് നമ്മുടെ കരിപ്പൂർ ഇറങ്ങിയ ഉടനെ അവിടെ വണ്ടിയായി കാത്തിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരും, ഇൻഷാ അല്ലാഹ് പ്രഭാഷണം നടത്തും. അതുകൊണ്ട് ആ സമയം അല്പസമയം നിങ്ങളുമായി സംസാരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഊതിക്കേൽപ്പിച്ച ആയത്തുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞ് മുസ്തഫ ഹുദവി എത്തിയാൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് വേണ്ടി നമുക്ക് വഴിമാറി കൊടുക്കാം ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട ദാൽഹുദയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഹാദിയ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി രണ്ടാമത്തെ പരിപാടിയാണ് റമദാനിലെ. ഒരുപാട് സ്വാലിഹീങ്ങളായ, ഒരുപാട് സ്വാലിഹാത്തുകളായ സഹോദര സഹോദരിമാർ ഈ പരിപാടിയെ സ്നേഹിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വന്ന ഓരോ പാദങ്ങൾ ചവിട്ടടിയും അല്ലാഹു തആല അവരിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അതുപോലെ ദാൽഹുദയും ഹാദിയയും മുന്നോട്ട് വെക്കുന്ന ഒരുപാട് ഇസ്ലാമിക ദഅവത്തിന്റെ പദ്ധതികൾക്ക് സഹായിക്കാൻ വേണ്ടി ഒരുപാട് നല്ല മനസ്സുള്ള ആളുകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അവരുടെ സഹായങ്ങൾ പ്രത്യേകമായി പ്രതീക്ഷിക്കാം. അവർക്കൊക്കെ അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാവട്ടെ. ഞാൻ ഒതുക്കേൽപ്പിച്ച ആയത്ത് ഈമാനും ഇസ്തിഖാമത്തുമാണ് പറയുന്നത്. ഈമാനിലും ഇസ്തിഖാമത്തിലുമായി ജീവിച്ച ആൾ മരിക്കുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ലോകത്തോട് വിട പറയാൻ സാധിക്കും എന്നതാണ് ആകത്തുക ആ ആയത്തിന്റെ അർത്ഥം. അല്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമ്മൾ ഓടുന്നതൊക്കെ, നമ്മൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ചെയ്യുന്ന അമലുകളൊക്കെ ഒരുപാടുണ്ടെങ്കിലും അവസാനം ഇതെല്ലാം നിർത്തിവെച്ച് നമ്മൾ മറ്റൊരു വഴിക്ക് പോകേണ്ടി വരും. അതല്ലേ മനുഷ്യന്റെ അവസ്ഥ. നമ്മളെ കളിയാട്ടുമുക്കുള്ള മൊയ്തീൻ ഹാജി, അദ്ദേഹം മരണപ്പെട്ടു. ഈ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ അറിയാം. അദ്ദേഹത്തിന്റെ മകന്റെ വീടിന്റെ പണിക്ക് വേണ്ടി JCB കൊണ്ടുവന്ന് മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗം അദ്ദേഹത്തിന്റെ തലയുടെ മേലെ വീഴുകയായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അപകട മരണം ഷഹീദിന്റെ കൂലി എന്നാണ്. അള്ളാഹു തആല ഉഖറവിയായ ഷഹീദിന്റെ കൂലി അദ്ദേഹത്തിന് നൽകുമാറാവട്ടെ. എത്രയെത്ര സംഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു.
നമുക്കറിയാം ചമ്മാട്, എന്റെ നാട് ചമ്മാടായത് കൊണ്ട് ചമ്മാട് ഷാഫി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ 32-33 വയസ്സേ ഉള്ളൂ, ഒരു അസുഖവുമില്ല, ഒരു കുഴപ്പമില്ല. ചക്കിപ്പറമ്പത്ത് ഷാഫി നോമ്പിന്റെ മുമ്പ് പെട്ടെന്ന് ഒരു ദിവസം കേൾക്കുന്നു ഷാഫി മരിച്ചിരിക്കുന്നു എന്നാണ്. അറ്റാക്കായിരുന്നു. എന്നും കളിക്കാറുണ്ട്. അന്ന് രാവിലെയും ഷാഫി കളിച്ചിട്ടുണ്ട്. കളിച്ചു വിയർത്തു, തണുത്ത വെള്ളം കുടിച്ചു. പക്ഷെ ഒരു അസ്വസ്ഥത വന്നു, ഷാഫി മരിച്ചു. അല്ലാഹു തആല കുട്ടിക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. നമ്മളെ സമയപ്പെടാൻ നമുക്കറിയില്ല. ലികുല്ലി ഉമ്മത്തിൻ അജൽ, എല്ലാവർക്കും ഒരു ടൈമുണ്ട്, അതെപ്പോഴാണെന്നറിയില്ല. പക്ഷെ ആവുന്നതൊക്കെ പരമാവധി ചെയ്തുകൊണ്ട് ആ ഒരു ദിവസത്തേക്കുള്ള തയ്യാറെടുപ്പാണ്. ഈ വഅദ് കൊണ്ടും ഈ പരിപാടി കൊണ്ടൊക്കെ കാര്യമായി നമ്മൾ ഉദ്ദേശിക്കുന്നത് ആഖിറത്തിലേക്ക് വല്ലതും ബാക്കി വെക്കലാണ്. ഇതൊക്കെ ഇവിടെ കാര്യങ്ങൾ നടക്കും. ഇവിടെ ആരെങ്കിലും വീണാൽ താങ്ങാൻ ആളുണ്ടാകും. ഇവിടെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നാട്ടുകാരെങ്കിലും ഉണ്ടാകും. പക്ഷേ ഒറ്റയ്ക്ക് മരിക്കേണ്ടി വരും. മരണസമയത്താരും കൂടെ ഉണ്ടാവില്ല. ഒറ്റക്കാണ് മരണം സംഭവിക്കുന്നത്, ഒറ്റക്കാണ് ഖബറിൽ കിടക്കാനുള്ളത്, ഒറ്റക്കാണ് മഹ്ശറിൽ നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് മഹ്ശറിൽ വരാനുള്ളത്. ഈ ഒരു ബോധമാണ് സത്യത്തിൽ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുക. ഈ ഒരു ചിന്ത ഉണ്ടാക്കലാണ് കാര്യമായി ദഅവത്ത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, അതുകൊണ്ട് ഒന്നാമതായി നമുക്ക് രണ്ട് ലോകത്തും വിജയിക്കണമെങ്കിൽ ഒന്നാമതായി വേണ്ടത് ഈമാനാണ്. അതിലേക്കാണ് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, റബ്ബുന അല്ലാഹ്, റബ്ബുന അല്ലാഹ്, റബ്ബുന അല്ലാഹ്, ഞങ്ങൾ അല്ലാഹു, ഞങ്ങളെ റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞവർ, അത് ഈമാനാണ്. അത് സുന്നത്ത് ജമാഅത്താണ്, അത് അഖീദയാണ്. ഒരു മനുഷ്യന്റെ ഒന്നാമത്തെ കാര്യം ഈമാൻ ശരിയാവലാണ്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, പല സ്ഥലങ്ങളിലും കാണാം പരിശുദ്ധ ഖുർആൻ ഈമാനും സൽക്കർമ്മവും ഈമാനും സൽക്കർമ്മവും ഈമാനും സൽക്കർമ്മവും ഒപ്പിച്ചാ പറയുന്നത്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, ഈ ഈമാനിന്റെ ഭാഗമാണ് അല്ലാഹു പ്രത്യേകമായി പഠിപ്പിക്കുന്നത്. ഇസ്തിഖാമത്തിന്റെ മുമ്പ് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞവർ, കേവലം അല്ലാഹ് എന്ന് പറയുക മാത്രമല്ല, അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണത്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണത്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി, ആ ഈമാനാണത്. ആ റബ്ബുനല്ലാഹ് അചഞ്ചലമായ ഈമാൻ, ആ ഫിക്ർ ഖൽബിലേക്ക് കൊടുക്കുന്ന ഈമാൻ. അല്ലാഹു എന്ന ചിന്തയില്ലേ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ചിന്ത. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസം ഞാൻ മടങ്ങും, എല്ലാം നിർത്തിവെച്ച് പോകേണ്ടി വരും. എനിക്കെത്ര ബിസിനസ് ഉണ്ടെങ്കിലും എന്റെ എന്ത് ഏർപ്പാടാണെങ്കിലും എല്ലാം നിർത്തിവെച്ച് ഒരു ദിവസം എന്റെ പേര് പോലും മാറി വരും. എന്റെ മകൻ പോലും മയ്യത്തെടുക്കുന്ന സമയമെന്നാണ് മറ്റുള്ളവരോട് പറയുക. എന്റെ മകൻ പോലും എന്റെ പേര് മാറ്റി വിളിക്കും. എപ്പോഴാ മോനെ വാപ്പാന്റെ ജനാസ എടുക്കുന്നു എന്നല്ല ചോദിക്കാറ്, എപ്പോഴാ മോനെ മയ്യത്തെടുക്കുന്നത്? മകൻ പറയും മയ്യത്ത് 10 മണിക്കാൻ. വാപ്പാന്റെ പേര് പറയുന്നില്ല. വാപ്പാന്റെ പേര് പറയുന്നതിന് പകരം ഉമ്മാന്റെ പേര് പറയുന്നതിന് പകരം മയ്യത്തെന്ന പേര്, സ്വന്തം മകൻ പോലും മയ്യത്തെന്ന പേര് വിളിക്കുന്ന ഒരു സന്ദർഭം വരും. അങ്ങനെ ഒരു ദിവസത്തേക്കുള്ള കാര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി ഒന്നാമതായി നമ്മൾ ഒരുങ്ങേണ്ടത് എന്താണെന്നറിയോ? ഈമാനാണ്. അതാണ് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങൾ രക്ഷിതാവ് എന്ന് പറഞ്ഞവർ, ആ ഈമാൻ ഉറച്ചു വിശ്വസിക്കുകയും അതിനു വേണ്ടി പണിയെടുക്കുകയും ചെയ്തവർ. എന്തിനാണ് ദാൽഹുദ ഓഫ് ക്യാമ്പസ് ഉണ്ടാക്കുന്നത്? എന്തിനാ ദാൽഹുദ ആന്ധ്രയിൽ പോകുന്നത്? എന്തിനാ പശ്ചിമ ബംഗാളിലേക്ക് കിലോമീറ്ററുകൾ താണ്ടി പ്രയാസപ്പെട്ട് അങ്ങോട്ട് പോകുന്നത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങൾ രക്ഷിതാവ് എന്ന് പറയുന്ന ഒരു സമൂഹം ഉണ്ടാക്കാൻ, ഈമാൻ അവരെ കൽബിലേക്ക് അള്ളാന്റെ ഫിക്ർ കൊടുക്കാൻ. അവർക്ക് എന്താണ് ഈമാൻ എന്നറിയില്ല, അവർക്ക് എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവർക്ക് മുഹമ്മദ് റസൂലുള്ളാഹി അറിയില്ല. അങ്ങനെയുള്ള മുഅ്മിനീങ്ങളായ പേരിൽ മാത്രം മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങൾ രക്ഷിതാവെന്ന് പഠിപ്പിക്കാൻ, ചെറിയ ചെറിയ മക്കളെ പിടിച്ച് പഠിപ്പിച്ച് മുതിർന്ന പണ്ഡിതന്മാരാക്കി അവിടങ്ങളിൽ ദീനിന്റെ സജീവമായ ദഅവത്ത് നടത്താനാണ്. ഇത് കേരളത്തിൽ ഒരുപാട് നടന്നുപോയി. ഒരുപാട് സദാത്തുമാരും പണ്ഡിതന്മാരും കേരളത്തിലുണ്ടായതുകൊണ്ട് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഈ പരിശുദ്ധമായ ഈമാൻ പറയാൻ ഒരുപാട് ആളുകൾ ഇവിടെ ദഅവത്ത് നടത്തി. പക്ഷെ കേരളത്തിന്റെ പുറത്തില്ല. അതുണ്ടാക്കാനാണ് പ്രിയപ്പെട്ടവരെ കിലോമീറ്ററുകൾ കടന്നുപോയിട്ട് ഇവിടെ മദ്രസകളും അവിടെ സ്ഥാപനങ്ങളും ദാലുകൾ ഉണ്ടാക്കുന്നത്. ഈ ഒരു മഹത്തായ സംരംഭമായി മുന്നോട്ട് പോയപ്പോൾ എത്ര സഹോദര സഹോദരിമാരാണ് അകമഴിഞ്ഞ് സഹായിക്കുന്നത്. എനിക്കറിയാം, കഴിഞ്ഞ റമദാൻ ഷരീഫിലൊക്കെ മുസ്തഫ ഹുദയുടെ പ്രഭാഷണം കഴിഞ്ഞു പോകുമ്പോ
എത്ര സഹോദരിമാർ സംഭാവന ചെയ്തിട്ടുണ്ട്, സ്വർണം സംഭാവന ചെയ്തവരുണ്ട്, ഒരു വള ഊരിത്തന്ന സഹോദരിയുണ്ട്. അങ്ങനെയുള്ള സഹോദരിമാർക്കൊക്കെ പശ്ചിമ ബംഗാളിലെ ഒരു കുട്ടി ദീനിയായി വളർന്നു വന്നാൽ ആ കുട്ടിയിൽ നിന്ന് കിട്ടുന്ന സവാബ്, ആ കുട്ടിയുടെ വളർച്ചയിൽ നിന്ന് കിട്ടുന്ന സവാബ് ഈ സഹോദരി മരിച്ച് ഖബറിന്റെ അടിയിൽ പോയാലും ലഭിക്കുകയില്ലേ? ഈ ഒരു ഈമാനല്ലേ നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങൾ രക്ഷിതാവ് എന്ന് പറഞ്ഞവർ. ഇത് പറയാൻ വേണ്ടിയല്ലേ ലോകത്തൊരുപാട് സ്വഹാബത്ത് ലോകം കറങ്ങിയത്. മദീനത്ത് എത്ര സ്വഹാബത്തുണ്ട്, ജന്നത്തുൽ ബഖീൽ എത്ര സ്വഹാബത്ത് വിശ്രമിക്കുന്നുണ്ട്. 10,000-ഓളം സ്വഹാബത്ത് മാത്രമാണ് ജന്നത്തുൽ ബഖീലുള്ളത്. ബാക്കി എവിടെ പോയി? ബഹുമാനപ്പെട്ട അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളെ ഖബർ ഷരീഫ് തുർക്കിയിലുണ്ടെന്ന് തുർക്കിയിൽ കുട്ടികൾ പറയുന്നു. ഇവിടെ പോയ ദാൽഹുദയിൽ പോയ കുട്ടികൾ പറയുന്നു അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളെ ഖബർ ഞങ്ങൾ സിയാറത്ത് ചെയ്തു. ആരാണ് അബൂ അയ്യൂബുൽ അൻസാരി? മദീനയിലേക്ക് പോയപ്പോൾ മുത്തുനബിയെ സ്വീകരിക്കുകയും അവിടുന്ന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത മഹാനാണ് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു. ഏത് കാലത്താ തുർക്കിയിലേക്ക്, സൗദിയിൽ നിന്ന് തുർക്കിയിലെത്തുന്നത്? എത്ര പ്രയാസപ്പെട്ടിട്ട് അവർ യാത്ര ചെയ്തത്. ആയിരക്കണക്കിന് സ്വഹാബത്ത് ലോകത്തിന്റെ പല ഭാഗത്തും ദഅവത്തിന് പോയി. എന്തിന്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങൾ രക്ഷിതാവെന്ന് പറയുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി. ആ കൂട്ടത്തിൽ എത്ര പ്രയാസം സഹിച്ചവർ, ഈമാൻ ശരിപ്പെടുത്താൻ ചെന്നപ്പോൾ എത്ര ത്യാഗം സഹിച്ചവർ നിങ്ങൾക്കറിയുമോ? അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ അയക്കുന്നത് സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ദീനിന്റെ ദഅവത്തിന് വേണ്ടി. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഹുദാഫ ചെന്നപ്പോൾ ആ നാട്ടിലുള്ള ശത്രുക്കൾ അബ്ദുല്ലാഹിബ്നു ഹുദാഫ തങ്ങളെയും തന്റെ സുഹൃത്തുക്കളെയും പിടികൂടി. അവസാനം വലിയ ഒരു കലത്തിൽ എണ്ണ കൊണ്ടുവന്ന് ആ കലത്തിന്റെ അടിയിൽ തീ കൊടുത്തിട്ട് എണ്ണക്കലം തിളച്ചു മറിയുന്ന എണ്ണക്കലത്തിന്റെ മുമ്പിലേക്ക് അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്ന് നിർത്തി. നിങ്ങൾ ഈ ഇസ്ലാമിൽ നിന്ന് പിന്തിരിയാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഈ കാണുന്ന കലത്തിലിട്ട് നിങ്ങളെ പൊരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അബ്ദുല്ലാഹിബ്നു ഹുദാഫ തങ്ങൾ ആ എണ്ണക്കലം കണ്ടിട്ട് കരഞ്ഞുപോയി. സത്യത്തിൽ ശത്രുക്കൾ തെറ്റിദ്ധരിച്ചുപോയി. എന്തിനാ കരയുന്നത്? രാജ പിടിച്ച കൊടുത്തു, കൊണ്ടുവന്ന് കരിക്കാൻ പൊരിക്കാൻ കൊണ്ടുവന്ന ശത്രുക്കൾ വിവരം നൽകുകയാണ്. അബ്ദുല്ലാഹിബ്നു ഹുദാഫ കരയുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു ഹുദാഫന്റെ മനസ്സിന് മാറ്റം വന്നിരിക്കും. രാജാവ് പറഞ്ഞു, വിളിക്കൂ അബ്ദുല്ലാഹിബ്നു ഹുദാഫനെ എന്റെ മുമ്പിൽ ഹാജരാക്കൂ. കൊണ്ടുവന്നോ. എന്തേ നിങ്ങൾക്ക് പേടിയുണ്ടല്ലേ? എന്തേ നിങ്ങൾ എണ്ണക്കലം കണ്ട് പേടിച്ച് കരഞ്ഞതാണോ എന്ന് ചോദിച്ചപ്പോ, ചെറുപ്പക്കാരെ നമ്മൾ ചിന്തിക്കണം. അബ്ദുല്ലാഹിബ്നു ഹുദാഫ തങ്ങളെ മറുപടി, ഞാൻ നിങ്ങളെ എണ്ണക്കലം കണ്ട് കരഞ്ഞതല്ല, ഞാൻ എണ്ണക്കലത്തിൽ പൊരിക്കുമല്ലോ എന്ന് പേടിച്ച് കരഞ്ഞതുമല്ല. മറിച്ച് ഞാൻ ആ സമയത്ത് ചിന്തിച്ചു പോയത്, അള്ളാഹു എനിക്കൊരു ശരീരമാണ് നൽകിയത്. ഈ ഒരു ശരീരം മാത്രമാണ് റബ്ബിന്റെ ദീനിന് വേണ്ടി ഈ കലത്തിലിട്ട് പൊരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. അതോടുകൂടി എന്റെ ശരീരം അവസാനിച്ചു പോകും. പക്ഷേ ഞാൻ കരഞ്ഞുപോയത്, എന്റെ ശരീരത്തിൽ എത്ര രോമങ്ങളുണ്ടോ അത്രയും രോമം കണക്കെ എനിക്ക് ശരീരമുണ്ടാവുകയാണെങ്കിൽ ആ ശരീരം മുഴുവനും റബ്ബിന്റെ ദീനിന് വേണ്ടി നിങ്ങളുണ്ടാക്കിയ കലത്തിലിട്ട് പൊരിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന ആ ഒരു കാര്യം ചിന്തിച്ച്, പക്ഷെ ശരീരം ഒന്നിലധികം ഇല്ലാത്തതിന്റെ പേരിൽ ടെൻഷൻ അടിച്ച് കരഞ്ഞു പോയതാണ്. ആരായി പറയുന്നത്? അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിബ്നു ഹുദാഫ തങ്ങളെ സ്ഥൈര്യവും ധൈര്യവും കണ്ടിട്ട് രാജാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എന്റെ മൂർധാവിലൊന്ന് ചുംബിക്കുമോ നിങ്ങൾ? അബ്ദുല്ലാഹിബ്നു ഹുദാഫയോട് ചോദിക്കുകയാണ്, എന്റെ മൂർധാവിലൊന്ന് ചുംബിക്കുമോ നിങ്ങൾ? എന്നാൽ ഞാൻ നിങ്ങളെ വിട്ടുതരാം. വല്ലാത്ത ധൈര്യമാണല്ലോ നിങ്ങൾക്ക്, വല്ലാത്ത സ്ഥൈര്യമാണല്ലോ നിങ്ങൾക്ക്. എന്റെ മൂർധാവൊന്ന് ചുംബിച്ചാൽ ഞാൻ നിങ്ങളെ വിടാം. അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങളെ മൂർധാവ് ചുംബിക്കാം, പക്ഷേ എണ്ണ മാത്രം വിട്ടാൽ പറ്റില്ല. എന്റെ കൂടെ വന്ന ആളുകൾ നിങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട്, അവരെയും കൂടി വിടണം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശം സ്വീകരിച്ചു. വിടാമെന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു അവന്റെ മൂർധാവ് ചുംബിച്ചു. എല്ലാവരും വിട്ടു. എല്ലാവരും കൂടി പോകുകയാണ്. അന്നത്തെ ഭരണാധികാരി ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളെടുത്ത് ചെന്ന് വിഷയങ്ങളൊക്കെ പറഞ്ഞു. ചിന്തിക്കണം, ഉമർ തങ്ങളെടുത്ത് ചെന്ന് എല്ലാ വിഷയം പറഞ്ഞപ്പോഴാണ് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്, കൂട്ടുകാരെ സ്വഹാബാക്കളൊക്കെ വിളിക്കുകയാണ്, വരൂ എന്ന് പറഞ്ഞ് അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ തല കാണിക്കാൻ പറയുന്നു. ഞാൻ ആദ്യമായി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഹുദാഫ തങ്ങളെ മൂർധാവ് ചുംബിക്കാൻ പോവുകയാണ്. ആരാ പറയുന്നത്?
ഖലീഫ ഉമർ ഖത്താബ് തങ്ങൾ പറയുകയാണ്, ഞാൻ ഇത് ആദ്യം ചുംബിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉദാഫ തങ്ങളെ മൂർധാവ് ഞാൻ ചുംബിച്ചാൽ പിന്നെ നിങ്ങളൊക്കെ ചുംബിക്കണം. അബ്ദുല്ലാഹി ഇബ്നു ഉദാഫ തങ്ങളെ മൂർധാവ് ഞാൻ ചുംബിക്കുന്നു എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവരെ മൂർധാവിൽ ചുംബിച്ചു ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. പിന്നെല്ലാവരും ചുംബിച്ചു. ഞാനൊരു ചെറിയ കഥ ആദ്യത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിച്ചത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ത്യാഗമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ? മുസ്തഫാഹുദിയുടെ വഴല് കേൾക്കാൻ എത്ര സഹോദരിമാരെ ഇങ്ങോട്ട് കടന്നു വന്നത്. സഹോദരിമാരെ, വഴല് കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ കൽബിലുണ്ടാവണം, ഒരു ത്യാഗവും പ്രയാസവും ബുദ്ധിമുട്ടും നമുക്കില്ലെങ്കിലും നമസ്കാരം ഖളാവാ നിസ്കരിക്കാറുണ്ടോ? പലപ്പോഴും നിങ്ങൾക്ക് ളുഹ്ർ ഖളാകാറില്ലേ? വഖത്തിന് നിസ്കരിച്ചാൽ മതി, വേറെ ത്യാഗം നമുക്കെന്താ ഉള്ളത്? നമ്മുടെ പെൺകുട്ടികൾ ഹിജാബിലൂടെയാണോ പുറത്തു പോകാറുള്ളത്? ഹൈസ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ ളുഹ്ർ നിസ്കരിക്കാറുണ്ടോ? നമ്മൾ ആലോചിക്കണം. ളുഹ്ർ നിസ്കരിക്കാറുണ്ടോ നമ്മുടെ കുട്ടികൾ? ഇങ്ങനെ ത്യാഗവും പ്രയാസവും സഹിച്ചുകൊണ്ടാണ് ഈമാൻ ഉണ്ടാക്കാൻ പണിയെടുത്തത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങൾ രക്ഷിതാവ് എന്ന് പറഞ്ഞവർ, അത് വല്ലാത്തൊരു ഈമാനാണ്. ആ ഈമാൻ വർദ്ധിക്കാനാ നമ്മൾ പണിയെടുക്കേണ്ടത്. അത് അഖീദയാണ്. ഖൽബ് ശരിയാവാതെ, ഈമാൻ ശരിയാവാതെ അമലിന് പ്രസക്തിയില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈമാൻ ശരിയാവാതെ അമലിന് പ്രസക്തിയില്ല. അതുകൊണ്ടാണ് ഇസ്തിഖാമത്തിന്റെ മുമ്പ് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമൂ, ഈമാൻ പറഞ്ഞതിന് ശേഷമാണ് ഇസ്തിഖാമത്ത് പറയുന്നത്. അപ്പോൾ ആദ്യം വേണ്ടത് ഈമാൻ ശരിയാവലാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. എന്തിനാ സമസ്ത ഇവിടെ പ്രവർത്തിക്കുന്നത്? ബഹുമാനപ്പെട്ട സമസ്തകൾ ജമിയത്തുലും പ്രവർത്തിക്കുന്ന എന്തിനാ? ഈമാൻ ശരിപ്പെടുത്താനാണ്. എത്ര പിഴച്ച കക്ഷികൾ ലോകത്ത് വന്നോ? ഏതാണ് പിഴച്ചത്, ഏതാണ് ശരിയല്ലാത്തത്, ഏതാണ് ശരിയെന്ന് പറയാൻ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ഓരോ കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ. ഈ സ്ഥാപനത്തിന്റെ പ്രോ ചാൻസലർ ബഹുമാനപ്പെട്ട ശൈഖുനാ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. എത്ര വണ്ടികളാണ് ഉസ്താദ് ഉണ്ടാവുമ്പോ, എത്ര വാഹനങ്ങൾ ഇവിടെ വരാറുണ്ട്. ഓരോ പ്രശ്നങ്ങൾ കെട്ടഴിക്കാൻ, ഓരോ മസ്അലകൾ പറഞ്ഞ് മനസ്സിലാക്കാൻ, മസ്അലകൾ അവർക്ക് കേൾക്കാൻ, അവരെ പ്രശ്നങ്ങൾ തീർക്കാൻ. അങ്ങനെയുള്ള മഹാന്മാരെ ആലിമീങ്ങൾ എന്തിനാ സമസ്ത ഉണ്ടാക്കിയത്? ദീനിനെ ശരിപ്പെടുത്താൻ, പിഴച്ച കക്ഷികൾക്ക് അതിന്റെ സത്യത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കാൻ. അതാണ് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. എല്ലാം ശരിയെന്ന് പറയുന്ന ആളുകളില്ല. എല്ലാം ശരിയല്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ് ശരി, അതാണ് ഹക്കായ വഴി. ഒരു മനുഷ്യനെ ഏറ്റവും ആദ്യം വഴിപിഴപ്പിക്കാൻ ഇബ്ലീസ് ശ്രമം നടത്താൻ അവനെ കാഫിറാക്കാനാണ്. മഅദല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പ്രത്യേകം ഞാൻ പറയുന്നു, വഴിപിഴപ്പിക്കാൻ ആദ്യം ഇബ്ലീസ് ശ്രമിക്കൽ എന്തിനറിയോ? കാഫിറാക്കാനാണ്. ആദ്യം അവന്റെ പണിയതാണ്. എങ്ങനെയെങ്കിലും കുഫ്രിയത്തിലേക്ക് കിട്ടുമോ എന്ന് നോക്കും. പക്ഷേ അതിന് കിട്ടാൻ പ്രയാസമാണ്. കുഫ്രിയത്തിലേക്ക് കിട്ടൂല. മുസ്ലിം എങ്ങനെ കാഫിറാകും? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പക്ഷേ പലപ്പോഴും പലതും നമ്മൾ കേൾക്കുന്നുണ്ട്. ഏതെങ്കിലും നൈമിഷികമായ ചില വികാരങ്ങൾക്ക് വേണ്ടി, ചില കാമങ്ങൾക്ക് വേണ്ടി അന്യ അമുസ്ലിം സഹോദരങ്ങളെ കൂടെ ഇറങ്ങിപ്പോകുന്ന എത്ര പെൺകുട്ടികളുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫിറ. രാവിലെ മുഅ്മിനാൻ, വൈകുന്നേരം വൈകുന്നേരപ്പോഴേക്കും കാഫിറായിട്ടുണ്ട്. ഇബ്ലീസ് ലഅനഹുല്ലാഹ് അവന്റെ ഒന്നാമത്തെ ഏർപ്പാട് ഒരാളെ ഈമാൻ തകരാറാക്കി കാഫിറാക്കാൻ ശ്രമം നടത്തുക എന്നാണ്. ഈമാൻ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, കേവലം റബ്ബുനല്ലാഹ് എന്ന് പറയൽ മാത്രമല്ല, അത് ഈമാനാണ്, അഖീദയാണത് സഹോദരങ്ങളെ. ആ അഖീദ ശരിയാവാൻ സുന്നത്ത് ജമാഅത്തിന്റെ അടിയുറച്ച് വിശ്വസിക്കണം. ഒന്നാമത് തൗഹീദ് പഠിപ്പിക്കാൻ, തൗഹീദാണ് ഒന്നാമത്. ആ തൗഹീദ്, യഥാർത്ഥ തൗഹീദ്, അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആ തൗഹീദിൽ അടിയുറച്ചുള്ള ജീവിതം, അതാണ് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. ആ തൗഹീദിലുമായി മുന്നോട്ട് പോകുമ്പോൾ ഒന്നാമതായി മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ ഇബ്ലീസിന്റെ ശ്രമം കാഫിറാക്കാനാണ്. ഒരു മനുഷ്യനെ കുഫ്രിയത്തിലേക്ക് കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെ പണി എന്താ? രണ്ടാമത്തെ പണി ബഹുമാനപ്പെട്ട റൂഹുൽ ബയാനിൽ ഇസ്മായിൽ റളിയല്ലാഹു അൻഹു പറയുന്നു, രണ്ടാമത്തെ പണി ഇബ്ലീസ് ശ്രമം നടത്തുന്ന ബിദ്അത്തിലേക്കാണ്. ഒരാളെ കാഫിറാക്കാൻ കിട്ടിയില്ലെങ്കിൽ രണ്ടാമത് അവന്റെ ശ്രമം അവൻ ബിദ്അത്താക്കാൻ ശ്രമിക്കും, മുബ്തദിയാക്കാൻ. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? തെറ്റിക്കാൻ പരമാവധി ശ്രമിക്കും. അത് കുഫ്രിയത്തിലേക്കും ശിർക്കിലേക്കും ക്ഷണിക്കും. ശിർക്കിലേക്കും കുഫ്രിയത്തിലേക്കും ആളെ കിട്ടിയില്ലെങ്കിൽ രണ്ടാമത് അവന്റെ പണി അവൻ ബിദ്അത്തിലേക്ക് ക്ഷണിക്കലാണ്, മുബ്തദിയാക്കലാണ്. മഅദല്ലാഹ്.
എന്തിനാ ഞാൻ പറയുന്നറിയോ? മുബത്തദീനും ആളെ കിട്ടിയില്ലെങ്കിൽ, ബിദ്അത്തിലേക്കും ഇവൻ ആളെ കിട്ടിയില്ലെങ്കിൽ, ബിദ്അത്തിലേക്ക് ക്ഷണിച്ചിട്ടും ഇവൻ വരുന്നില്ലെങ്കിൽ, മൂന്നാമത് ശൈത്താന്റെ പണി എന്താണെന്നറിയോ? ഇവനെ ഫാസിഖാക്കലാണ്. ഒന്ന് കുഫ്റാൻ, രണ്ട് ബിദ്അത്താൻ, മൂന്നാമത്തത് ഫിസ്ഖാൻ. ഫിസ്ഖിന്റെ മേലെ വെച്ചിരിക്കുന്നു ബിദ്അത്തിനെ. ഈമാനാണത്. ഈമാൻ ക്രിയാവാതെ അമലിന് പ്രസക്തിയില്ല. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങൾ രക്ഷിതാവ് എന്ന് പറഞ്ഞവർ, ആ ഇസ്തിഖാമത്തിന്റെ വഴിയിലൂടെ പോയവർ. ഈ പറഞ്ഞ ഭാഗത്തെ പരിശുദ്ധ ഖുർആനിന്റെ ഇസ്തിഖാമത്തിന് മുമ്പ് പറഞ്ഞ ഈ വചനമില്ലേ, അതിനെ ഏതെല്ലാം റൂട്ടിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അത് അല്ലാഹുമായുള്ള മഹബ്ബത്താണ്, അത് പടച്ചോനുമായുള്ള മഹബ്ബത്താണ്. റബ്ബുന അല്ലാഹ്, റബ്ബുന അല്ലാഹ്, റബ്ബുന അല്ലാഹ്, അതൊരു ഇഷ്കിന്റെ ലോകത്തേക്കെത്തും. അതൊരു മഹബ്ബത്തിന്റെ, വല്ലാത്ത സ്നേഹത്തിന്റെ ഭാഗമാണ്. എന്തൊരു മഹബ്ബത്ത്! പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഒന്നാമതായി മനുഷ്യ നീ സ്നേഹിക്കേണ്ടത് അല്ലാഹുവിനെയാണ്. എന്തുകൊണ്ട്? വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദാ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അൽ ബഖറ സൂറത്തിൽ അല്ലാഹു പറയുന്നു, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവർ അല്ലാഹുവിനെ സ്നേഹിക്കുന്നതോടൊപ്പം ലാത്തയും ഉസ്സയും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെയും ദൈവങ്ങളെ വച്ചു പുലർത്തി സ്നേഹം അവര് പങ്കെടുക്കുക, സ്നേഹം അവര് വീരിച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ വല്ലദീന ആമനൂ, ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് മുഅ്മിനീങ്ങളെ, ഈ ക്ലാസിന് വേണ്ടി വന്ന സഹോദര സഹോദരിമാരെ. വല്ലദീന ആമനൂ, അൽ ബഖറ, വല്ലദീന ആമനൂ മുഅ്മിനീങ്ങൾ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ ഏറ്റവും സ്നേഹിക്കുന്നവരാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ പെടുത്തി തരട്ടെ. എന്താണ് ആ വാക്കല്ലേ? വല്ലദീ, മദ്രസ പഠിച്ച കുട്ടികൾക്കൊക്കെ അറിയാം, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈ ഒരു ചർച്ച നടത്താറുണ്ടോ നമ്മൾ? പല സ്നേഹത്തിന്റെ ചർച്ചകളും നടത്താറുണ്ട്. അല്ലാഹു എന്ന സ്നേഹം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഈമാനാണത്, അഖീദയാണത്, മഹബ്ബത്താണത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവിനോടുള്ള സ്നേഹം. ബഹുമാനപ്പെട്ട ശൈഖുനാ ശൈഖുൽ മുതഖദ്ദിമീന വൽ മുതഅഖിരീന ഔസു സഖലൈനി ഖുതുബിൽ കൗനൈനി സയ്യിദുൽ ഔലിയാ അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുല്ലദീ. അല്ലാഹുവിനെ സ്നേഹിച്ച് പരിചയമുള്ള ഒരു മഹാനാണ്. അല്ലാഹുവിനെ വല്ലാതെ സ്നേഹിച്ച് പരിചയമുള്ള ഒരാളായത് കൊണ്ട് തന്നെ പറയുന്നുണ്ട്, മനുഷ്യ നീ അല്ലാഹുവിനല്ലാതെ വേറെ ആരെയും സ്നേഹിക്കല്ല. നിന്റെ ഒന്നാമത്തെ സ്നേഹം പോകേണ്ടത് അല്ലാഹുവിലേക്കാണ്. അല്ലാഹുവിനല്ലാതെ വേറെ ഒരാളെയും നീ സ്നേഹിക്കല്ല. അപ്പോൾ പിന്നെ പല സംശയം വരും അല്ലേ? സദാത്തുമാരെ സ്നേഹിക്കണ്ടേ, ഉസ്താദുമാരെ സ്നേഹിക്കണ്ടേ, ഭാര്യയെ സ്നേഹിക്കണ്ടേ, മക്കളെ സ്നേഹിക്കണ്ടേ? ഇതൊക്കെ എന്തു ചെയ്യും? എടോ, അല്ലാഹുവിനോടുള്ള സ്നേഹമാണ് നിനക്കുണ്ടാവേണ്ടത്. മറ്റേത് സ്നേഹവും അല്ലാഹുമായുള്ള സ്നേഹത്തിന്റെ ബന്ധത്തിൽ വരണം. റബ്ബുമായുള്ള സ്നേഹത്തിന്റെ ബന്ധം അതിനുണ്ടാകണം. അല്ലാഹുവിനെയാണ് നീ സ്നേഹിക്കേണ്ടത്. നീ സാദാത്തുമാരെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാ? അത് മുത്തുനബി പഠിപ്പിച്ചതാണ്. അത് മുത്തുനബിന്റെ കുടുംബമാണ്. മുത്തുനബി ആരാ? അല്ലാഹുവിന്റെ ഹബീബാണ്. ഈ സ്നേഹം അങ്ങോട്ട് കയറണം. ഇതൊരു ചങ്ങലയാണ്, ഇതൊരു ഈമാന്റെ ഭാഗമാണ്, ഇത് ഉർവത്തുൽ ഉസ്ഖയാണ്, ഇത് പൊട്ടാത്ത ഒരു കയറാണ്. ഈ കയറിന്റെ തലകിടക്കുന്ന മദീനയിലാണ്, മദീനയിൽ നിന്ന് പോകുന്ന അല്ലാഹുവിലേക്കാണ്. ഇതൊരു മഹബ്ബത്തിന്റെ വേലിയേറ്റമാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അതൊരു മഹബ്ബത്തിന്റെ ലോകത്തേക്കെത്തും. അല്ലാഹു 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 എന്ന മഹബ്ബത്ത്. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ ആ സ്വലാത്ത് ദിക്റിൽ പങ്കെടുത്തത്ര സഹോദരങ്ങൾ ഇതിലുണ്ടാവും. ഇവിടെയും നടക്കുന്നുണ്ട്. ഈ പള്ളി എല്ലാ തിങ്കളാഴ്ച രാവും അല്ലാഹ് 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 ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. അല്ലാഹുവിലേക്കുള്ള ഒരു അതിയായ യാത്രയാണത്. അത് ഉർവത്തുൽ ഉസ്ഖയാണത്. അത് പൊട്ടാത്തൊരു കയറാണത്, ഈമാനാണത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. നമ്മൾ മനസ്സിലാക്കും അല്ലാഹ് എന്ന് പറഞ്ഞാലൊക്കെ ആയി എന്നത് മാത്രമല്ല, അത് ഖൽബിലേക്ക് കയറണം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. അതുകൊണ്ട് റസൂലുള്ളാഹി ഞങ്ങൾ പറയുന്നു, മനുഷ്യ നീ അല്ലാഹുവിനല്ലാതെ ആരെയും സ്നേഹിക്കല്ല. ആരെങ്കിലും നീ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹം അല്ലാഹുവിലുമായി ബന്ധപ്പെട്ട സ്നേഹമാവണം. അതിനെന്താ വഴി? അല്ലാഹുവിനെ സ്നേഹിക്കാൻ എന്താ വഴി? ഇന്ന മഹബ്ബത്തല്ലാഹി ലാ യഹ്സുലു ഇല്ലാ ബിമഹബ്ബത്തി അഹ്ലില്ലാഹി വസുഹ്ബത്തിഹിം.
അള്ളാഹിനെ സ്നേഹിക്കണോ അതിനുള്ള ഒറ്റ വഴിയാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങൾ പറഞ്ഞു തരുന്നത്. ഇന്ന മഹബ്ബത്തല്ലാഹ്, അള്ളാഹുവിനോടുള്ള സ്നേഹം ലാ യഹ്സുലു, അത് ലഭിക്കുകയില്ല ഇല്ലാ ബിമഹബ്ബത്തി അഹ്ലില്ലാ, അള്ളാഹുവിന്റെ സ്വന്തക്കാരെ സ്നേഹിക്കലല്ലാതെ. മനസ്സിലായോ പറയുന്നത്? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, മഹബ്ബത്തിലേക്ക് കയറണമെങ്കിൽ ഗൗസുൽ ആലം തങ്ങൾ പറയുന്നു അള്ളാഹ് ഇഷ്ടപ്പെട്ടവരെ സ്നേഹിക്കുക, അള്ളാഹുവിന്റെ മഹബ്ബത്ത് വരൂ. മൻ യുതിഉർ റസൂല ഫഖദ് അതാ അല്ലാഹ് വമൻ യുതിഉർ റസൂല ഫഖദ് അതാ അല്ലാഹ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നെ പിൻപറ്റണം, ഞാൻ വഴി പോകണം ഈ മഹബ്ബത്ത്, ഞാൻ വഴി പോകണം ഈ സ്നേഹം. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അല്ലാഹു ആണ് എന്റെ രക്ഷിതാവ് എന്ന് പറയുന്നവർ അവർ മഹബ്ബത്തിലേക്ക് കയറിയവരാണ്, അവർ സ്നേഹത്തിലേക്ക് പോയവരാണ്, അവർ അല്ലാഹുവിന്റെ മഹബ്ബത്തിലേക്ക് എത്തിയവരാണ്. എങ്ങനെ? അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ സ്നേഹിച്ചതുകൊണ്ട്. അതാണ് മദീനയിൽ വിശ്രമിക്കുക നമ്മുടെ മെഹബൂബ്, നമ്മുടെ മഅ്ശൂഖ്, നമ്മുടെ ഖുർറത്തുൽ ഐൻ, നമ്മുടെ സമറത്തുൽ ഫുആദ് മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹബ്ബത്ത് അല്ലാഹു നമ്മുടെ ഖൽബിൽ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ആ സ്നേഹം കൊണ്ട് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയൂ. ഇത് ഖുർആൻ എങ്ങനെയാ പഠിപ്പിക്കുന്നത്, ഹദീസ് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഈ മഹബ്ബത്ത്, അതാണ് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ഈമാനും മഹബ്ബത്തും അഖീദയും ശരിപ്പെട്ടാൽ പിന്നെന്താ വഴി, പിന്നെന്താ വേണ്ടത്? ഈമാൻ ശരിയായ രണ്ടാമത്തെ വാക്കെന്താ? സുമ്മസ്തഖാമൂ, ഇസ്തിഖാമത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോയി. ഈമാൻ ക്ലിയറാണ്, അഖീദ ക്ലിയറാണ്, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയാണ്, അഖീദ ക്ലിയറാണ്. പക്ഷേ അഖീദ ക്ലിയറായിട്ട് മാത്രം പോരാ, സൽക്കർമ്മം ശരിപ്പെടുത്തണം, ഇസ്തിഖാമത്തിന്റെ വഴി വേണം. ശയ്യബത്തിനീ സൂറത്തു ഹൂദ് സയ്യിദുനാ റസൂലുള്ളാഹി, എന്റെ മുടി നരച്ചു പോയത്, എന്റെ മുടി നരപ്പിച്ചു കളഞ്ഞത് സൂറത്തു ഹൂദാണെന്ന് റസൂലുള്ളാഹി. മുത്തുനബിന്റെ വാക്കാണ്. എന്റെ മുടി നരച്ചുപോയി ഒറ്റ വചനം കൊണ്ട് പരിശുദ്ധ ഖുർആനിലുണ്ട്. സൂറത്തു ഹൂദിൽ ഇസ്തഖിം, ഇസ്തഖിം, നബിയെ നിങ്ങൾ ചൊവ്വായി നിൽക്കണം, നബിയെ നിങ്ങൾ ശരിയായി നിൽക്കണം. ഈ ഒറ്റ വാക്കാണ് എന്റെ മുടി നരപ്പിച്ചു കളഞ്ഞത്. ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി. നബി തങ്ങൾ ഇസ്തിഖാമത്തിൽ തന്നെ അല്ലേ? മുത്തുനബി ഇസ്തിഖാമത്തിലല്ലേ? സംശയമുണ്ടോ? എന്നാലും ഇലാഹായ രാജാതിരാജനായ റബ്ബിന് പറയാമല്ലോ, നബിയെ നിങ്ങൾ ഇസ്തിഖാമത്തിൽ നിൽക്കണം. അല്ലെങ്കിൽ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ പറയാലോ, നബിയെ നിങ്ങൾ ഇസ്തിഖാമത്തിൽ നിൽക്കണം. ഇസ്തഖിം, അല്ലാഹു അക്ബർ. ആ ഇസ്തഖിം എന്ന വാക്ക് ഞാൻ ചിന്തിച്ചു ശയ്യബത്തിനീ സൂറത്തു ഹൂദ്, സൂറത്തു ഹൂദ് എന്റെ മുടി നരപ്പിച്ചു കളഞ്ഞു എന്ന് റസൂലുള്ളാഹി. ആലോചിച്ചു നോക്കണം. നമുക്കെന്താ, നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ വൈകുന്നേരമാകുന്നു, രാവിലെ ആകുന്നു, നോമ്പുന്നത്രേ, നോമ്പ് 15ആയി, നോമ്പ് 15ആയി. ഇന്ന് മഗ്രിബിന് ശേഷം വിത്റിൽ കുനൂത്ത് തുടങ്ങുകയാണ്. ഇന്ന് വിത്റിന് അവസാനത്തെ റക്അത്തിൽ കുനൂത്ത് ആരംഭിക്കുകയാൽ പരിശുദ്ധ റമളാനിന്റെ 15 ദിവസം മഗ്രിബോടുകൂടി വിട പറയുകയാണ്. അല്ലാഹുവേ, ഈ റമളാൻ ഷരീഫിൽ ഒരുപാട് അമൽ ചെയ്ത, കരപൊട്ടിക്കരഞ്ഞ അമലുകൾ ചെയ്യുന്ന എത്രയെത്ര സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമുണ്ട്. 15 ദിവസമായിട്ട് ഞങ്ങൾ എന്താ ചെയ്തത്? അർഹമുർറാഹിമായ തമ്പുരാനെ, ഇനിയുള്ള ദിവസങ്ങൾ ധാരാളം അമൽ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ തമ്പുരാനെ, ഞങ്ങൾക്ക് തൗഫീഖ് തരണേ തമ്പുരാനെ, ഞങ്ങൾക്ക് തൗഫീഖ് തരണേ തമ്പുരാനെ. 15 ദിവസം ബാക്കിയുണ്ട്. അതെന്നെ മാസം കണ്ടില്ലെങ്കിൽ 30 കിട്ടും. എത്ര ഓതി? പരിശുദ്ധ ഖുർആൻ എത്ര പേജ് ഓതി? എത്ര സലാത്തിൽ പങ്കെടുത്തു? എത്ര ദിക്റിൽ പങ്കെടുത്തു? ഇനി അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാകുമോ നമുക്കറിയില്ലല്ലോ. സുമ്മസ്തഖാമൂ, ഇസ്തിഖാമത്തിന്റെ വഴിയിലൂടെ പോകുന്ന എത്ര സ്വാലിഹീങ്ങളുണ്ട്. നിസ്കാരം തന്നെ. ആരാ നീരിന് കാലിന് നീര് കെട്ടിയതാരാ? ആരെ കാലിനാ നീര് കെട്ടിയത്? ആരാണിത്? ഇസ്തിഖാമത്തിൽ തന്നെയല്ലേ ജീവിതം. എന്നിട്ട് എന്റെ കാലിന് നീര് കെട്ടിയത്? എന്തിനാ ഇങ്ങനൊക്കെ ചെയ്യുന്നത്? ആലോചിച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമുക്ക് കാലിന് നീര് പോയിട്ട് കാലിന് കടച്ചിൽ വരുമ്പോഴേക്കും നിസ്കാരം നിർത്തുകയാണ്. തറാവി ഏത് പള്ളിയിലാണ് എത്രയും പെട്ടെന്ന് തറാവി 20 റക്അത്ത് ഏത് പള്ളിയിലാണ് വേഗത്തിൽ അവസാനിക്കുന്നത്? അങ്ങോട്ട് പോകാമെന്ന് ചെറുപ്പക്കാർ ചർച്ചയാണ്.
അവിടെ നേരത്തെ കഴിയും. എവിടോ അല്പസമയം ഒരു നേരം വൈകി ആറ് മുമ്പിലാ നിൽക്കുന്നത്. അസ്സലാത്തു മിറാജുൽ മുഅ്മിൻ വമുനാജാത്തു റബ്ബിൽ ആലമീൻ. 20 റക്അത്ത് ചെയ്യുമ്പോ 20 റക്അത്ത് നിസ്കരിക്കും. എത്ര സുജൂദാണ് റബ്ബിന്റെ മുമ്പിൽ ചെയ്യുന്നത്? ഏത് രാത്രിയാ നീ ചെയ്യുന്നത്? ഏത് രാത്രിയിലാണ്? റമളാന്റെ രാത്രിയിൽ. ഏത് രാത്രിയിലാണ്? 20 റക്അത്ത് നിസ്കരിക്കുമ്പോ 23 ആകുമ്പോൾ, പിന്നെ ഇശാവുമാകുമ്പോൾ, പിന്നെ ഇശായിന്റെ മുന്നിലും പിന്നിലുമുള്ള സുന്നത്താകുമ്പോൾ കൂട്ടി നോക്ക് എത്ര സുജൂദാ റബ്ബിന്റെ മുമ്പിൽ ചെയ്തത്. റമളാനല്ലേ? ഇന്നലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹ്ർ റമളാന മുതഖാ വതുലഖാ വഖുലസാ വൗമനാ മിനന്നാർ. തറാവി കഴിഞ്ഞിട്ട് ഇമാം ദുആക്കാണ്. നേരെയുള്ള ആളുകൾ തറാവി കഴിഞ്ഞാൽ ദുആക്ക് നിൽക്കാതെ പോകുന്ന കുറച്ച് ആളുകൾ, ഇടയ്ക്ക് ഇറങ്ങിപ്പോകുന്നവർ, വിത്ർ നിൽക്കാതെ പോകുന്നവർ, ജനങ്ങൾക്ക് തിരക്കാൻ. എന്താ? പ്രത്യേകിച്ചൊന്നുമില്ല. രാത്രി കട തുറക്കാനല്ല, താല്പര്യക്കുറവാണ്. ഇസ്തിഖാമത്തിന്റെ വഴിയിലേക്ക് വരണം. സുമ്മസ്തഖാമൂ. ഈമാൻ ശരിയായതിന് പിന്നാലെ വേണ്ടത് ഇസ്തിഖാമത്താണ്. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ കേവലം അമല് മാത്രമല്ല. ഇസ്തിഖാമത്ത് വിശാലമായ ഒരു വിഷയമാണ്. ഇസ്തിഖാമത്തിന്റെ വിഷയം, അതിൽ അമലുണ്ട്, അതിൽ ഹറാം എന്ന് വിട്ടുനിൽക്കലുണ്ട്, അതിൽ സുന്നത്ത് അധികരിപ്പിക്കലുണ്ട്. അത് അല്ലാഹുവിലേക്കുള്ള റൂട്ടാണത്, ഇസ്തിഖാമത്തിന്റെ വഴി. അതുകൊണ്ട് റമളാൻ 15 ബാക്കിയുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യുക, ഇബാദത്ത് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാക്കുക. വല്ല ദോഷങ്ങളും വന്നുപോയാൽ വേഗം തൗബ ചെയ്ത് കേറിച്ചു മടങ്ങണം. പ്രത്യേകിച്ച് മഗ്ഫിറത്തിന്റെ 10. മഗ്ഫിറത്തിന്റെ 10ൽ 5 ദിവസം കൂടെ ബാക്കിയുള്ളൂ. മഗ്ഫിറത്തിന്റെ 10 എന്ന് പറഞ്ഞാൽ എപ്പോഴും മഗ്ഫിറത്തുണ്ടല്ലോ, എല്ലാ സമയത്തും മഗ്ഫിറത്തില്ലേ. പിന്നെന്താ ഇത് മഗ്ഫിറത്ത് എന്ന് പ്രത്യേകം പറയാൻ? ഇത് സ്പെഷ്യലാണ്, ഇതൊരു ഓഫറാണ്. റമളാനിന് നടുവിലത്തെ 10. ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ജനങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, നമ്മൾ തയ്യാറാവണം. അള്ളാഹു പൊറുക്കാൻ കാത്തിരിക്കുകയാണ്. അള്ളാഹു രാവിലെ വിളിച്ചു പറയുന്നുണ്ട്, തലേന്ന് രാത്രി തെറ്റു ചെയ്തവരെ ഞാൻ നിങ്ങൾക്ക് പൊറുത്തു തരാം. വൈകുന്നേരമാകുമ്പോൾ പറയുന്നുണ്ട്, ഇന്ന് പകൽ ദോഷം ചെയ്തവരെ ഞാൻ നിങ്ങൾക്ക് പൊറുത്തു തരാം. മഗ്ഫിറത്തിന്റെ 10. എത്ര ദോഷങ്ങൾ ചെയ്താലും അള്ളാഹു പൊറുത്തു തരും. പക്ഷേ അവിടെ അങ്ങോട്ട് ആവർത്തിക്കാൻ പാടില്ല. അസ്മ ചെയ്യണം, ഞാൻ ഇനി ഒരു ദോഷവും ചെയ്യില്ലെന്ന് അസ്മ ചെയ്യണം. അങ്ങനെ കൽബിലേക്ക് ഖേദം വരണം. ആ നിബന്ധനകൾക്ക് വിധേയമായി തൗബ ചെയ്ത് ഇസ്തിഖാമത്തിലേക്ക് വരണം. അല്ലാമ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മനുഷ്യ, നിനക്ക് നന്നാവണമെന്ന് ആഗ്രഹമുണ്ടോ? നിനക്ക് ഒന്നുകൂടി അള്ളാഹുവിലേക്ക് എടുക്കണമെന്ന് താല്പര്യമുണ്ടോ? നീ ഇസ്തിഖാമത്തിലായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് തൗബയാണ്. ആദ്യം നീ ചെയ്യേണ്ടത് തൗബയാണ്. തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങണം. നന്നാകൂലെന്ന് ആരും കരുതണ്ട. ഇനി ഞാൻ നന്നാകൂല, ഞാൻ ഒരുപാട് ദോഷം ചെയ്തവനാണ്, റമളാനിൽ നിർത്തിവെച്ചതാണ് ദോഷം, ശവ്വാൽ മാസപ്പിറവി കണ്ടാൽ ഞാൻ ആ ഏർപ്പാടിലേക്ക് തന്നെ പോകും. അത് വേണ്ട. നമ്മൾ നന്നാവണമെന്ന ഒരു മാനസികമായ താല്പര്യം നമ്മുടെ കൽബിലുണ്ടാവുകയാണെങ്കിൽ ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, മനുഷ്യ, നിനക്ക് ആദ്യം വേണ്ട തൗബയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുമ്പിൽ വന്ന് സങ്കടപ്പെട്ട് കരഞ്ഞ ഒരുപാട് ദോഷികൾ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. നബിതങ്ങൾ പോലും അത്ഭുതപ്പെട്ട ദോഷിയുടെ മുമ്പിൽ നബിതങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോയി ഈ മനുഷ്യന്റെ തെറ്റ് കേട്ടപ്പോൾ. പക്ഷേ അല്ലാഹു പുറത്തു കൊടുത്തു. ഒരു ചെറുപ്പക്കാരൻ വന്നു റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക്, എന്നിട്ട് പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താ കരയുന്നത്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ചെയ്തു പോയ ദോഷം പറയാൻ പ്രയാസപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറയൂ, നീ ചെയ്ത ദോഷം എന്താണ്, തെറ്റെന്താണ്? അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഒരുപാട് ദോഷം ചെയ്തു പോയി, തെറ്റ് ചെയ്തു പോയി, പറയൂ എന്താണ് ചെയ്തത്? പലതവണ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം മെല്ലെ മെല്ലെ പറയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ മരണപ്പെട്ട ആളുകളെ മറമാടിയതിന് ശേഷം ആളുകൾ മറമാടിപ്പോയാൽ ഞാൻ ആ ഖബർ പൊളിക്കും. ഞാൻ ആ ഖബർ പൊളിച്ചിട്ട് ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് കഫംപട കെട്ടെടുക്കും. അതാണ് എന്റെ ജോലി. ആളുകൾ മരിച്ച മയ്യത്തിനെ മറമാടിയതിന് ശേഷം ഖബർ പൊളിച്ചിട്ട് കഫംപട കെട്ടെടുക്കലാണ് എന്റെ പണി. അല്ലാഹുവിന്റെ റസൂലേ, അത് മാത്രമല്ല, ഒരു ദിവസം അതിനേക്കാൾ ഗുരുതരമായ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്താണത്?
ഒരു ദിവസം ഞാൻ ഖബർ വിളിച്ചപ്പോൾ അതിൽ സൗന്ദര്യമുള്ള ഒരു അൻസാരിയായ പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടിയുടെ മയ്യത്ത് ഞാൻ പുറത്തേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് ഞാൻ അതിന്റെ മുകളിൽ കടന്നു എന്റെ വികാരശമനം നടത്തിയ റസൂലല്ലാഹ്, മയ്യത്തിനെ വ്യഭിചരിച്ചു നബിയെ, അള്ളാഹു എനിക്ക് പൊറുക്കുമോ എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ ഹദറത്തിൽ വന്നുകൊണ്ട് ഒരു മനുഷ്യൻ, ചെറുപ്പക്കാരൻ പൊട്ടിക്കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പോവാൻ പറഞ്ഞു, വിട്ടുപോകാൻ പറഞ്ഞു. ഇവിടെ അതാ പറഞ്ഞു, വിട്ടുപോകും. അദ്ദേഹം സങ്കടപ്പെട്ടുകൊണ്ട് മടങ്ങി. 40 ദിവസം അദ്ദേഹം കരഞ്ഞുകൊണ്ട് ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. 40 ദിവസം. 40ാമത്തെ ദിവസം വന്നു സയ്യിദുനാ ജിബ്രീൽ. അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നു, അല്ല നബിയെ, നിങ്ങൾ എന്തിനാ അദ്ദേഹത്തെ മടക്കി അയച്ചത്? നിങ്ങൾ എന്തിനാ അദ്ദേഹത്തെ മടക്കി അയച്ചത്? അദ്ദേഹം തൗബയ്ക്ക് വേണ്ടി വന്ന ആളല്ലേ? മഗ്ഫിറത്തിന്റെ ബത്താണെന്ന് ഓർക്കണം. ഇത് മഗ്ഫിറത്തിന്റെ ബത്തിലാണ് ഈ കഥ പറയുന്ന, ഓർക്കണം. ഇത് 5 ദിവസം കഴിഞ്ഞാൽ ഈ ഓഫർ നഷ്ടപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ എന്തിനാ മടക്കി അയച്ചത്? അള്ളാഹു ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ട് ചോദ്യം, പ്രധാനപ്പെട്ട 2 ചോദ്യം മുത്തുനബിയോട്. തൗബയ്ക്ക് വേണ്ടി വന്ന ആളുടെ ഖാലിക്ക് നിങ്ങളാണോ എന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തൗബയ്ക്ക് വേണ്ടി വന്ന ആളെ സൃഷ്ടിച്ചത് നിങ്ങളാണോ എന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തൗബയ്ക്ക് വേണ്ടി വന്ന ആൾക്ക് ഭക്ഷണം കൊടുക്കുന്ന റാസിഖ് നിങ്ങളാണോ എന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. റാസിഖ് നിങ്ങളാണോ? ഖാലിഖ് നിങ്ങളാണോ? അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് നബിയേ. സയ്യിദുനാ ജിബ്രീൽ. മഗ്ഫിറത്തിന്റെ പത്തിലാ നമ്മൾ ഇരിക്കുന്നത്. ഒരുപാട് ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്വാലിഹീങ്ങൾ സദസ്സിലുണ്ടാകും. അല്ലാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ. ഒരുപാട് നമ്മുടെ മാതാപിതാക്കൾ മരിച്ചവരില്ലേ? എന്നെ ഉമ്മ മരിച്ചിട്ടുണ്ട്, ഉപ്പ മരിച്ചിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ എത്ര പേരെ മാതാപിതാക്കളും ഒരുപാട് സഹോദരിമാരിലെ ഭർത്താക്കന്മാരെ ഖബറിലില്ലേ? അല്ലാഹുവേ, ഈ മഗ്ഫിറത്തിന്റെ പത്തിൽ അവർക്ക് പുറത്തു കൊടുക്കണേ തമ്പുരാന്, അവർക്ക് പുറത്തു കൊടുക്കണേ തമ്പുരാന്, അവർക്ക് പുറത്തു കൊടുക്കണേ തമ്പുരാന്. മഗ്ഫിറത്തിന്റെ പത്താണിത്. മഗ്ഫിറത്തിന്റെ 10 വന്നിട്ടും റമദാൻ വന്നിട്ടും തൗബ ചെയ്യാതെ റമദാൻ യാത്രയായാൽ അല്ലാഹുവിന്റെ റസൂല്, അങ്ങനെയുള്ള ആളുകൾക്ക് റബ്ബിന്റെ കാരുണ്യം ഇല്ലാതെ ഇരിക്കട്ടെ നബിയെ, നിങ്ങളൊന്ന് ആമീൻ പറയൂ എന്ന് സയ്യിദുനാ ജിബ്രീൽ. നമുക്കൊക്കെ അറിയുന്ന ഒരു കഥയാണത്. മദീനത്തെ പള്ളിയിൽ മിമ്പറയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ പറഞ്ഞ 3 ദുആയിൽ ഒന്നതാണ്. റമദാൻ വന്നു എന്നിട്ടും ദോഷങ്ങൾ പൊറുത്തിട്ടില്ല. റമദാൻ വന്നു എന്നിട്ടും പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാതെ അവൻ തൗബ ചെയ്യാതെ റമദാൻ കഴിഞ്ഞു പോയാൽ അവൻ അല്ലാഹുവിന്റെ റഹ്മത്തില്ലാതിരിക്കട്ടെ, നിങ്ങളൊന്ന് ആമീൻ പറയൂ എന്ന് പറഞ്ഞു. ആരാ ദ്വാരക്കണത്? സയ്യിദുനാ ജിബ്രീൽ. ആരാ ആമീൻ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. ഏതാ സമയം? മസ്ജിദുൻ നബവിയിൽ ജുമുഅക്ക് ഖുതുബക്ക് മിമ്പറിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയം. സുബ്ഹാനല്ലാഹ്. ആ ദുആക്ക് ഉത്തരമില്ലേ? ഉറപ്പല്ലേ? നമ്മൾ പേടിക്കണം. റമദാനായിട്ടും ആരെങ്കിലും, ഞാൻ ചോദിക്കട്ടെ എന്റെ നഫ്സിനടക്കം, നമ്മളൊക്കെ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ ഓർത്ത് ഒരു തുള്ളി കണ്ണീരൊലിപ്പിച്ച് തൗബ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് അത് ആരംഭിക്കണം. റമദാന്റെ രാത്രി 15 കഴിഞ്ഞു, ഒന്ന് ഒറ്റക്കിരിക്കണം. പ്രത്യേകിച്ച് അത്തായ സമയത്ത് എണീറ്റാൽ, നമുക്ക് അത്തായം കഴിക്കുന്നതിന് മുമ്പ് അല്പസമയം നേരത്തെ എണീറ്റാൽ ഉളൂ ചെയ്ത് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് ഒന്ന് പൊട്ടിക്കരയണം. നിനക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ ഉണ്ടാക്കി കരഞ്ഞോ എന്ന് ആദരവായ റസൂലുള്ളാഹി. അങ്ങനെ ഹദീസില്ലേ സഹോദരങ്ങളെ? ഉസ്താദുമാർക്കറിയാം. കരച്ചിൽ വരുന്നില്ലേ, കരയാൻ വരുന്നില്ലേ എങ്കിൽ ഉണ്ടാക്കി കരഞ്ഞു, ഹദീസില്ലേ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തുള്ളികൾ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തുള്ളികൾ. ഒന്ന് ഷഹീദിന്റെ രക്തത്തുള്ളിയാണെങ്കിൽ മറ്റൊന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ട് കരയുന്ന മനുഷ്യന്റെ കണ്ണുനീര് തുള്ളിയാണെന്ന് റസൂലുള്ളാഹി. ഒരു തുള്ളി കണ്ണുനീരെങ്ങാനും അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ട് കണ്ണിൽ നിന്ന് വന്നാൽ ആ കണ്ണ് നരകത്തിൽ കിടക്കൂല. കണ്ണ് നരകത്ത് കിടക്കൂല എന്ന് പറഞ്ഞാൽ ശരീരം മൊത്തം നരകത്ത് കിടക്കൂല. ഒരു തുള്ളി കണ്ണുനീർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അതൊക്കെ ശരിയാവണമെങ്കിൽ ഇസ്തിഖാമത്തിലൂടെ പോകണം. അപ്പോഴാ കൽബ് ശരിയാകുന്നത്. എന്താ കൽബിന് കുഴപ്പോ? ഇസ്തിഖാമത്തില്ല, ഹറാമാണ് അല്ലേ? ഹറാമാണ്. എവിടെ നോക്കിയാലും ഹറാം. കണ്ണും കാതും കൈയും ഒക്കെ ഹറാം. എവിടെ ഇസ്തിഖാമത്ത്? പഴയ കാലത്തുള്ള മനുഷ്യൻ ചെയ്യുന്ന ദോഷത്തെക്കാളേറെ ഈ ആധുനിക യുഗത്തിൽ മനുഷ്യൻ ദോഷം ചെയ്യുന്നുണ്ട്. ഇല്ലേ? ബസ്സിലൊക്കെ കയറാൻ ചെവിയിൽ ഇങ്ങനെ കയറി തൂങ്ങുന്നു. എന്താ?
ഖുർആൻ കേൾക്കല്ല, ഇയർഫോൺ വെച്ചിട്ട് ഖുർആൻ കേൾക്കല്ല. അവന് ഇഷ്ടപ്പെട്ട ഏറ്റവും അവന്റെ മനസ്സിൽ ഇക്കിളിപ്പെടുത്തുന്ന ലൈംഗികമായ പാട്ടുകൾ ആസ്വദിക്കുകയാണ്. യാത്രയിലാണ് അവൻ. അത് ആസ്വദിച്ചുകൊണ്ട് അവന്റെ ചെവിയെ അവൻ നശിപ്പിക്കുകയാണ്. ചെവി ഹറാമിലേക്ക് പോയി. മുമ്പൊക്കെ ഗീബത്തും നന്മത്തും കേൾക്കൽ മാത്രമായിരുന്നു. ഇപ്പൊ അത് മാത്രമല്ല, കണ്ണുകൊണ്ട് എത്ര ഹറാമാണ്, നാവ് കൊണ്ട് എത്ര ഹറാമാണ്. കൈകൊണ്ട് അവൻ ഇഷ്ടപ്പെട്ട തന്റെ പെൺകുട്ടിക്ക് അവൻ ചാറ്റ് ചെയ്യുമ്പോൾ കൈകൊണ്ടും ഹറാം ചെയ്യുന്നു. ഇല്ലേ? ഈ ടെക്നോളജി യുഗം, ഈ ആധുനിക യുഗം, എല്ലാ സൗകര്യങ്ങളും ഭൗതിക സൗകര്യങ്ങളും കൂടിയപ്പോൾ ഹറാം വർദ്ധിച്ചുപോയി. കാശ് കൊടുത്തിട്ട് കളിവിനോദം വാങ്ങുന്നവർ, വിശുദ്ധ ഖുർആൻ കാശ് കൊടുത്തിട്ട് ഇത് വാങ്ങുന്ന ആളുകൾ എത്രയുണ്ട്? അവൻ ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എത്ര ഹറാമിലേക്ക് ബന്ധപ്പെടുന്ന ആളുകളുണ്ട്. പഴയ കാലത്തെ പോലെയുള്ള ഇസ്തിഖാമത്തിന് കുഴപ്പം വന്നുപോയി. മുമ്പ് ഇത്രയും ദോഷമല്ല, ദോഷങ്ങൾ കൂടി. ഒരു കളവ് ജനങ്ങളുടെ വ്യാപിപ്പിക്കാൻ എല്ലാ സൗകര്യമുണ്ട്. ഒരു നുണ പറഞ്ഞാൽ ആ നുണ ലോകം മുഴുവൻ എത്തുന്ന സൗകര്യങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അതുകൊണ്ട് നമ്മൾ ഇസ്തിഖാമത്തിലേക്ക് വരണം. സുമ്മസ്തഖാമൂ, ഇസ്തിഖാമത്തിന്റെ വഴി. അതിനെന്താ വേണ്ടത്? ആദ്യം ഒരാൾ ഇസ്തിഖാമത്തിന് ഒരുങ്ങിയാൽ വേണ്ടത് തൗബയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി. തൗബ നദമാണ്, തൗബ ഖേദമാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുന്നുണ്ട് എല്ലാ ദിവസവും നിസ്കാര ശേഷം. അല്ലേ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഉടനെ നമുക്ക് വേണ്ടതും അള്ളാഹിന് ഇഷ്ടപ്പെട്ടതുമായ ഒരു വാക്കാ പിന്നെ പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹ്. പക്ഷെ എത്ര പേര് ഖൽബിലേക്ക് ഇത് ഇറങ്ങുന്നുണ്ട്? അവിടെയാണ് ചോദ്യം. തൗബ നദമാണ്, തൗബ ഖേദമാണ്. അസ്തഗ്ഫിറുല്ലാഹ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പക്ഷെ ഖൽബിലേക്ക് ഇറങ്ങിയിട്ട് പറയുന്നുണ്ടോ? ഇമാം ചൊല്ലിത്തരുന്നു, എത്ര ആള് ബേക്കിന്ന് ഉറങ്ങുന്നുണ്ട്? ഇമാം ചൊല്ലിത്തരുന്നു, നെയ്യത്ത് പോലും ശരിയാവുന്നുണ്ട്. അല്ലാഹു അലം, നവൈതു നവൈതു സൗമഗദീൻ സൗമഗദീൻ. ഇയാൾ ഉറങ്ങാണ്, ബാക്കി ചൊല്ലിയിട്ടില്ല. കൽബിലേക്ക് വരണം. ഇത് കൽബിന്റെ പണിയാണ് നെയ്യത്ത്, കൽബിന്റെ അമലാണ് നെയ്യത്ത്. നാവ് കൊണ്ട് പറയൽ സുന്നത്തേ ഉള്ളൂ. ഇസ്തിഗ്ഫാർ നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ. തൗബ ഖേദമാണ്, അത് ഖേദമാണ്. കൽബിലേക്ക് ഇറങ്ങണം, അപ്പോഴാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. ഇസ്തിഖാമത്ത് വേണോ? ഒന്നാമത്തെ പണി തൗബയാകുന്നു. തൗബക്ക് എന്താ വേണ്ടത്? തൗബക്ക് എന്താ വേണ്ടത്? ഒന്നാമതായി വേണ്ടത് തൗബക്കുള്ള ഷർത്ത്. ദോഷം ചെയ്തുകൊണ്ടിരിക്കെ അള്ളാഹു തൗബ സ്വീകരിക്കുകയില്ല. ദോഷം ചെയ്തുകൊണ്ടിരിക്കെ അള്ളാഹു തൗബ സ്വീകരിക്കുകയില്ല. ഒന്ന്. രണ്ട്, ശ്രദ്ധിക്കണം, നമ്മള് ചെയ്തുപോയ ദോഷത്തിന്റെ മേൽ ഖേദിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ? ചെയ്തുപോയ ദോഷത്തിന്റെ മേൽ ഖേദിക്കണം. ഇനി ഒരിക്കലും ദോഷം ചെയ്യുകയില്ലെന്ന് ഉറപ്പിക്കണം. മൂന്ന് കാര്യം. ദോഷം ചെയ്തുകൊണ്ടിരിക്കെ അള്ളാഹു തൗബ സ്വീകരിക്കൂല. മദ്യപാനി മദ്യപിച്ചുകൊണ്ട് പൊറത്തു തരണേ എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കൂല. തെളിഞ്ഞു വരണം. രണ്ട്, ചെയ്തുപോയ ദോഷത്തിന്റെ മേൽ ഖേദിക്കണം. ഇത് ഖേദം കൽബിന്റെ ഉള്ളിലുള്ള പണിയാണ്. ഖേദം വരാറുണ്ടോ എന്ന് ചിന്തിക്കണം. മൂന്ന്, ചെയ്തുപോയ ദോഷത്തിന്റെ ഇനിമേലിൽ ദോഷം ചെയ്യുകയില്ലെന്ന് ഉറപ്പിക്കണം. പണി പലർക്കും പ്രയാസമാണ്. ഇസ്തിഖാമത്തിന് തടസ്സം നിൽക്കുന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇസ്തിഖാമത്തിന് തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണത്. എന്ത്? മൂന്നാമത്തെ പണി. ഇനി ഞാൻ ദോഷം ചെയ്യൂല എന്ന് ഉറപ്പിക്കാൻ പലർക്കും സാധിക്കുന്നില്ല. ഇപ്പോൾ തൗബ ചെയ്താലും ശവ്വാൽ മാസപ്പിറവി കണ്ട പിന്നെ ഞാൻ അതിലേക്ക് പോകുമെന്ന ഒരു സംശയമാണ് കൽബിന്റെ ഉള്ളിലുള്ളത്. പ്രശ്നം. തൗബയുടെ ഷർത്ത് ശരിയാവാതെ തൗബ സ്വീകരിക്കൂല. മൂന്നാമത്തെ ഷർത്ത് എന്താ? ഇനി ഒരിക്കലും ഞാൻ മടങ്ങുകയില്ല. ഈ ഒരു അസ്മ നമ്മുടെ കൽബിലുണ്ടാവണം. പക്ഷേ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അങ്ങനെ നിന്റെ കൽബിലേക്ക് നീ ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോ നിനക്ക് ഉറപ്പ് വരുന്നില്ലേ? ഉറപ്പ് വരാത്തത് ശൈത്താൻ. ഞാനിനി ആ തെറ്റിലേക്ക് പോകൂല എന്ന് ഉറപ്പിക്കുമ്പോഴും ശൈത്താൻ പറയും, എടാ നീ പോകൂലേ, പിന്നെയും പോകൂലേ. അത് ശൈത്താനാ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ശൈത്താനൻ ആ സമയത്ത് ഒഴിവാക്കാനുള്ള ഒരു ചികിത്സ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നത്, അങ്ങനെ നിന്റെ മനസ്സിലേക്ക് തോന്നുന്നുവെങ്കിൽ എന്ത്?
ഞാൻ ഇനിയും ചെയ്യും, ഞാൻ ഇനിയും ഇത് ആവർത്തിക്കും. ഇപ്പോൾ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞാലും ഇനിയും ഞാൻ അതിലേക്ക് പോകുമെന്ന് തോന്നുന്നുവെങ്കിൽ ഇമാം ഗസാലി തങ്ങൾ പറയുന്ന ആ ചിന്ത നിനക്ക് വേണ്ട. കാരണം നിന്റെ ടൈം എപ്പോഴാ, നിന്റെ മരണം എപ്പോഴാ നിനക്കറിയില്ലല്ലോ. നീ തൗബ കഴിഞ്ഞതിന് ശേഷം ഇനിയും നീ ദോഷം ചെയ്യാൻ ജീവിച്ചിരിക്കുമെന്ന് നിനക്കെന്താ ഉറപ്പ്? അതുകൊണ്ട് അങ്ങനെ ഉറപ്പിക്കണ്ട. നീ അസുമു ചെയ്തോ ഞാൻ ദോഷം ചെയ്യൂല. അടുത്ത നിമിഷം മരിച്ചാലോ എനിക്കെന്താ സംശയം ചെയ്യുന്നു? എനിക്ക് ആയുസ്സുണ്ടെന്ന് ഉറപ്പുണ്ടോ? ഇമാം ഗസാലി തങ്ങൾ ചോദിക്കുന്നു. അതുകൊണ്ട് ഉറപ്പിച്ചു മനുഷ്യ ഞാൻ ദോഷം ചെയ്യൂലാന്ന്. എന്നിട്ട് അസുമു ചെയ്തോ, എന്നിട്ട് റബ്ബിലേക്കൊന്ന് കേറിച്ചു മടങ്ങിക്കോ എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ഒന്നാമത് ഇസ്തിഖാമത്തിന് വേണ്ടി തൗബയാണ്. നേരത്തെ പറഞ്ഞില്ല ഞാൻ, കഫംപട കട്ടെടുത്ത് അൻസാരി പെണ്ണിൽ വ്യഭിചരിച്ച വ്യക്തിക്ക് പോലും അള്ളാഹു അള്ളാഹു പൊറുക്കുന്നവനാണ്, അള്ളാഹു മഗ്ഫിറത്തിന്റെ ആളാണ്. ജന്നത്തിന്റെ കൂടെ പരിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്ത് മഗ്ഫിറത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സ്വർഗം പറഞ്ഞ ഉടനെ മഗ്ഫിറത്താ പറയുന്നത്. അവർക്ക് ജന്നത്തുണ്ട്, മഗ്ഫിറത്തുണ്ട്. എന്താ സ്വർഗത്തിനൊപ്പം വാക്കാൻ പറ്റിയ സാധനം? അവർക്ക് ജന്നത്തുണ്ട്, മഗ്ഫിറത്തുണ്ട്. അവർക്ക് ജന്നത്തുണ്ട്, മഗ്ഫിറത്തുണ്ട്. മുഅ്മിനീങ്ങളെ കുറിച്ച് പറയുന്നു ഖുർആൻ എത്ര സ്ഥലത്ത് ജന്നത്തിന്റെ കൂടെ മഗ്ഫിറത്ത് പറയുന്നുണ്ട്. മഗ്ഫിറത്ത് ഒരു വലിയ നേട്ടം തന്നെയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കോ, ഈ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു പറഞ്ഞിരുന്നുവെങ്കിൽ അടിമകളെ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരില്ല, അടിമകളെ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരില്ല, നിങ്ങൾ എന്നെ സൂക്ഷിച്ച് ജീവിച്ചോ, ദോഷം ചെയ്യാതെ ജീവിച്ചോ, വല്ല ദോഷവും വന്നാൽ ഞാൻ നിങ്ങൾക്ക് പൊറുക്കില്ല എന്ന് അള്ളാഹു പറഞ്ഞിരുന്നുവെങ്കിൽ സാധുക്കളായ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അതല്ലല്ലോ റബ്ബ് പറഞ്ഞത്. റബ്ബെന്താ പറഞ്ഞത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ. ഈ ആയത്ത് ആര് കാര്യത്തിൽ ഇറങ്ങിയതാ? എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? അമിതമായി തെറ്റു ചെയ്തവരെ ശ്രദ്ധിക്കണം സഹോദര സഹോദരിമാരെ. അമിതമായി തെറ്റു ചെയ്ത എന്റെ അടിമകളെ, അള്ളാഹുവിന്റെ വിളി കണ്ട തെറ്റ് ചെയ്ത കുഞ്ഞുമോനെ വിളിക്കൂല. കുഞ്ഞുമോൻ തെറ്റിയത പോടാ നീ എന്റെ മോനല്ല എന്ന് പറയും, ദേഷ്യം പിടിച്ചിട്ട് വാപ്പ അല്ലേ. ഇവിടെ വിളിക്കുന്ന വിളിയുണ്ട്, ദോഷം ചെയ്തിട്ടും എന്റെ അടിമ, എന്റെ കുഞ്ഞോൻ, എന്റെ കുഞ്ഞുമോൻ, എന്റെ കുഞ്ഞുമോൻ എന്ന് പറയുന്ന പ്രയോഗം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. നഫ്സിനോട് ശരീരത്തോട് അമിതമായി തെറ്റു ചെയ്തവരെ എന്നല്ല, തെറ്റു ചെയ്ത എന്റെ അടിമകളെ, ലാ തുഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾക്ക് നിരാശ വേണ്ട. അതല്ലേ ആ വ്യഭിചരിച്ച മനുഷ്യന് പുറത്തു കൊടുത്തത്. ഈ ആയത്തിറങ്ങാൻ കാരണം എന്താ നിങ്ങൾക്കറിയുമോ? ബഹുമാനപ്പെട്ട സയ്യിദുശ് ശുഹദാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട ഹംസ തങ്ങളെ വധിച്ചു. ആര്? വഹ്ശി റളിയല്ലാഹു അൻഹു. പിന്നെ മുസ്ലിമായ മഹാനാണ്. ഹംസ തങ്ങളെ കൊന്നു. അതൊരു വല്ലാത്ത കൊലപാതകമായിരുന്നു. ബഹുമാനപ്പെട്ട നബി തങ്ങൾക്ക് ഉഹദ് യുദ്ധം ഒരു പ്രയാസകരമായ യുദ്ധം തന്നെയായിരുന്നു. ആ യുദ്ധത്തിൽ മുത്തുനബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട എളാപ്പ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ഷഹീദായി എന്ന് മാത്രമല്ല, ഹംസ തങ്ങളുടെ ജനാസ പോലും തിരിച്ചറിയാത്ത വിധം ക്രൂരമായി കൊലപാതകം നടത്തിയിട്ടുണ്ട്. തിരിച്ചറിയുന്നില്ല മയ്യത്ത്. രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. നെഞ്ച് കീറിയിട്ടുണ്ട്, കരളെടുത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. സഹോദര സഹോദരിമാരെ, നമുക്കെന്ത് ബുദ്ധിമുട്ടാ, എന്ത് പ്രയാസമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നേരത്തെ നിസ്കരിച്ചാൽ പോരെ, ദീനിന്റെ ഉലൂമിനെ സഹായിച്ചാൽ പോരെ, ദീനിന്റെ ദഅവത്തിന് നമ്മൾ സംഭാവന കൊടുത്താൽ പോരെ, തടി കേട് വരുത്തേണ്ട ആവശ്യമില്ലല്ലോ. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഹംസ തങ്ങളെ കൊലപാതകം മുത്തുനബിയെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. വഹ്ശിയാണ് കൊന്നതെങ്കിലും വഹ്ശി ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം വഹ്ശിയോട് പലപ്പോഴും മുത്തുനബി പറയാറുണ്ട്, എന്റെ നേരെ നിൽക്കരുത്, എന്റെ മുഖത്തോട് മുഖം നോക്കി നിൽക്കരുത്, എനിക്ക് നിങ്ങളെ കാണുമ്പോഴേക്കും ഹംസ തങ്ങളെ ഓർമ്മ വരുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി. എങ്ങനെയായിരുന്നു ഹംസ തങ്ങളെ കൊലപാതകം? അത്ര പ്രയാസം മുത്തുനബിക്കുണ്ടായിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ മയ്യത്ത് തെരഞ്ഞിട്ട് കാണുന്നില്ല. ഒരുപാട് ശ്രോതാക്കളെ കൂട്ടത്തിൽ ഏതാണ് ഹംസ തങ്ങളെ ജനാസ തിരിയുന്നില്ല. അപ്പോഴാണ് നബി തങ്ങൾ തന്നെ ഇറങ്ങി നടക്കുകയാണ്. അവിടെ ഹംസ തങ്ങൾ. മുത്തുനബിക്ക് മനസ്സിലായി, ഇത കിടക്കുന്ന ഈ ജനാസയാണല്ലോ എന്റെ എളാപ്പന്റെ ജനാസ. ഇതാണ് എന്റെ അമ്മ, ഈ കിടക്കുന്നതാണ് എന്റെ അമ്മ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട നബി തങ്ങൾ വല്ലാതെ സങ്കടപ്പെട്ടിട്ടുണ്ട്. ആരായി കൊലപാതകം നടത്തിയത്?
വഹ്ശി റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു. വഹ്ശിക്ക് ഇസ്ലാമിലേക്ക് വേണമെന്ന താല്പര്യം. മുത്തുനബിക്ക് കത്തെഴുതി, എനിക്ക് നന്നാവണം, എനിക്ക് ഇസ്തിഖാമത്തിലേക്ക് വരണം, എനിക്ക് ഹിദായത്തിലേക്ക് വരണം, എനിക്ക് ഇസ്ലാമിലേക്ക് വരണം. റസൂലുള്ളാഹി പറഞ്ഞു വരാൻ പറയൂ. വരാൻ വേണ്ടി പറഞ്ഞപ്പോഴും വഹ്ശി തങ്ങൾ പറഞ്ഞു, ഇല്ല, ഞാൻ മുത്തുനബിയെ വല്ലാതെ വേദനിപ്പിച്ച ആളാണ്, ഞാൻ വലിയ വേദന നടത്തിയ ആളാണ്, മുത്തുനബിയുടെ മനസ്സ് വേദനിപ്പിച്ച ആളാണ്, ഞാൻ ഹംസ തങ്ങളെ കൊന്ന ആളല്ലേ, എനിക്ക് അല്ലാഹു മാപ്പ് തരുമോ എന്നറിയണം. റസൂലുള്ളാഹി പറഞ്ഞു വരാൻ പറയൂ. ഇല്ല, എനിക്ക് ഉറപ്പ് കിട്ടണം അല്ലാഹു. അപ്പോഴാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അമിതമായി തെറ്റു ചെയ്ത എന്റെ അടിമകളെ നിങ്ങൾക്ക് നിരാശ വേണ്ട. അപ്പോഴായത്തിറങ്ങുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ആയത്തിറങ്ങിയപ്പോൾ വഹ്ശിയെ വിളിച്ചു, നിങ്ങളുടെ കാര്യത്തിൽ ആയത്തിറങ്ങിയിട്ടുണ്ട്. വഹ്ശി നന്നായില്ലേ? വഹ്ശി സ്വർഗത്തിലാണ്. ഹംസ തങ്ങളെ കൊന്നതിന് പകരം എനിക്കൊരു പകരം വീട്ടണമെന്ന് പലപ്പോഴും പറഞ്ഞു. അള്ളാന്റെ ഹബീബിന്റെ ഹംസ തങ്ങളെ കൊന്നതിന് പകരം ഇസ്ലാമിന് വേണ്ടി ഞാൻ ഇസ്ലാമിന്റെ ഒരു ശത്രുവെ എനിക്ക് പകരം വീട്ടണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. കള്ളപ്രവാചകൻ മുസൈലിമത്തുൽ കദ്ദാബിനെ കൊന്നു. ബഹുമാനപ്പെട്ട വഹ്ശി റളിയല്ലാഹു അൻഹു പകരം വീട്ടി. ഹംസ തങ്ങളെ കൊന്നതിന് പകരം എനിക്ക് വീട്ടണമെന്ന് പറഞ്ഞു. അത് പകരം വീട്ടി. സുബ്ഹാനല്ലാഹ്, അത്ഭുതമെന്ന് പറയട്ടെ, ഈ ഹംസ തങ്ങളും വഹ്ശിയും നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടും. അല്ലാഹു ചിരിക്കും. മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹു ചിരിക്കും. ഖാതിലും മഖ്തൂലും സ്വർഗ്ഗത്തിൽ അല്ലേ? വഹ്ശി തങ്ങളും ഹംസ തങ്ങളും നാളെ സ്വർഗ്ഗത്തിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ അല്ലാഹു പോലും ചിരിക്കുമെന്ന് റസൂലുള്ളാഹി. അതൊരു പ്രയോഗമാണ്. നമ്മൾ ഇരിച്ചമാരി കരുതണ്ട. അല്ലാഹു ചിരിക്കുന്ന അത്ഭുതം, ഒരു അത്ഭുതം. രണ്ടുപേരും കണ്ടുമുട്ടൂലേ, ഒന്നവർ മഖ്തൂലും തമ്മിൽ. ഞാൻ പറയുന്നത് ഈ ആയത്ത് നമുക്ക് സമാധാനം തരുന്ന ആയത്താണ്. ഈ ദോഷം ചെയ്തവരെ എന്നല്ല, ദോഷം ചെയ്ത എന്റെ അടിമകളെ, എന്റെ അടിമകളെ എന്നാണ് വിളി. എത്ര തെറ്റെയ്താലും പടച്ചോൻ പുറത്തുതരും. അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. അതുകൊണ്ട് ഇസ്തിഖാമത്തിന് വേണ്ടത് ഒന്നാമതെന്താണെന്നറിയോ? അത്തൗബ, അന്നദം. അതാണ്, ഖേദിക്കണം, തൗബ ചെയ്യണം. ഏതും അള്ളാഹു പുറത്തു തരും. തൗബ ചെയ്താൽ പിന്നെ ദോഷത്തിലേക്ക് മടങ്ങരുത്, പിന്നെ തെറ്റിലേക്ക് മടങ്ങരുത്. പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. അല്ലാഹു നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം ദോഷങ്ങളില്ലാത്ത ജീവിതമാക്കി തരട്ടെ. അവൻ പൊരുത്തപ്പെട്ട നിലക്ക് അവന്റെ ത്വാഅത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നമുക്കും ബന്ധപ്പെട്ടവർക്കും നൽകുമാറാവട്ടെ. പിന്നെന്താ ഇസ്തിഖാമത്തിന് വേണ്ടത്? ഹറാമെന്ന് വിട്ടുക്കണം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഹറാമെന്നൊക്കെ വിട്ടു നിൽക്കണം. തൗബ ചെയ്താൽ അതാണ് ഇസ്തിഖാമത്തിന്റെ വഴി. ഹറാമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൂട്ടിക്കഴിഞ്ഞാൽ അല്ലാഹു പൊറുത്തില്ലെങ്കിൽ എന്താണ് നമ്മുടെ അവസ്ഥ? ഭയാനകരമായ നരകമില്ലേ, ഹിസാബില്ലേ? പടച്ച തമ്പുരാന്റെ ഹിസാബ്. ഹസിബൂ ഖബ്ല അൻ തുഹസബൂ. അങ്ങനെ ഒരു ഹിസാബ് വരാണ്ട് അതിന്റെ മുമ്പ് തന്നെ നമ്മൾ വിചാരപ്പെടൽ നടത്തിയിട്ട് ഒരു മുഹാസബ നടത്തിയിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം, തെറ്റ് വരാതെ. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അപാകത വന്നുപോയാലോ വേഗം തൗബ ചെയ്യണം, പിന്തിക്കരുത്. തൗബ പിന്തിക്കൽ പോലും തെറ്റാണ്. ദോഷം ചെയ്തിട്ട് തൗബ ചെയ്യണം, തൗബ ചെയ്യാതെ പിന്തിക്കലും ദോഷമാണ്. വളരെ ഗുരുതരമാണ് ആ കാര്യം. പിന്നെ ദോഷത്തിന് വിട്ടുനിന്നാൽ പിന്നെ അമലുകളൊന്ന് ശ്രദ്ധിക്കണം. ഒരു വഖ്ത് പോലും ഖളാക്കരുത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മരിക്കുന്ന ഒരു ഡേറ്റ് നമുക്ക് ഉണ്ടാവില്ല. നമുക്കൊക്കെ മരിക്കുന്ന ഒരു ദിവസം അല്ലേ? ലോഹറിന്റെ വക്ത് നിസ്കരിക്കുകയാണെങ്കിൽ ലോഹർ നിസ്കരിച്ച് മരിക്കുന്ന സ്വാലിഹ്യങ്ങൾ അല്ലാഹു പെടുത്തി തരട്ടെ. നിസ്കാരം ഖളാക്കരുത്. ഒരുപാട് പെണ്ണുങ്ങൾ ഈ സദസ്സിൽ വന്നിട്ടുണ്ട്. ആണുങ്ങളെക്കാളേറെ സഹോദരിമാരാണ്. പെണ്ണുങ്ങളെ, നിസ്കാരം ഖളായിപ്പോയാൽ നിങ്ങളെ മനസ്സിക്ക് പേടി വരാറുണ്ടോ? ഒരു പേടി വരുന്നില്ലേ? ഇസ്തിഖാമത്തിന്റെ കുറവാണ്. പലപ്പോഴും ഖളാകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ? യാത്ര പോയാൽ നിസ്കാരമല്ല, ജമ്മും കസറൊക്കെ അല്ലാഹു തന്ന ആനുകൂല്യ, പക്ഷെ അതൊന്നും നിർവഹിക്കൂല, അതൊന്നും ചെയ്യൂല. അങ്ങനെ കുറെ ആളുകൾ അല്ലേ? മഗ്രിബ് കോഴിക്കോട് നിന്നാണ് മഗ്രിബ് കൊടുത്തത്. അടുത്ത ബസ് കയറി നമ്മളെത്തിയപ്പോത്ത് ഇശാങ് കൊടുത്തു, മഗ്രിബ് പോയി. എത്ര വഖ്തുകൾ ആളുകൾ ഖളാക്കുന്നു. നമ്മൾ വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. നിസ്കാരം ഖളാക്കിയിട്ട് ദിക്ർ ചൊല്ലിയിട്ട് കാര്യമില്ല. നിസ്കാരം ഖളാക്കി സലാത്ത് മജ്ലിസിൽ കൂടിയിട്ട് കാര്യമില്ല. മമ്പറം മഖാമിൽ വരുന്ന സലാത്തിന് വരുന്ന സഹോദരിമാരോട് ദാൽഹുദയുടെ ബന്ധപ്പെട്ട ആളുകൾ അനൗൺസ് ചെയ്യാറുണ്ടല്ലോ,
പെണ്ണുങ്ങളെ നിങ്ങൾ മഗ്‌രിബ് ഖളാക്കി സലാത്തിന് വരണ്ട പറയാറുണ്ടല്ലോ. ഇവിടെ ഒരുപാട് പെണ്ണുങ്ങൾ കേട്ടോളി. നിങ്ങൾ മമ്പുറം മഖാമിലേക്ക് വെള്ളിയാഴ്ച രാവ് സലാത്തിന് വന്നിട്ട് മഗ്‌രിബ് നിസ്കരിക്കാതെ സലാത്തിൽ പങ്കെടുക്കാൻ വരികയാണെങ്കിൽ അങ്ങനെ സ്വലാത്ത് വേണ്ട. അത് അൽഹുദ ആധികാരികമായി പറയാറുണ്ട്. പലപ്പോഴും മഖാമിൽ അനൗൺസ് ചെയ്യാറുണ്ട്. അവിടെ നിസ്കാരം ഖളാക്കി എന്ത് സലാത്ത്, നിസ്കാരം ഖളാക്കി എന്ത് ദിക്ർ, അതല്ലേ അസ്സൽ സ്വലാത്ത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫർള് ഐനായ അമല്. നിസ്കാരം ഖളാക്കരുത്. നിസ്കാരം വേണ്ട, ദിക്ർ മതി എന്ന് പറയുന്ന കള്ളത്തരീക്കത്തിനെ പിടിച്ചു കെട്ടിയവരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ദിക്ർ മതി, നിസ്കാരം വേണ്ട എന്ന് പറഞ്ഞവരില്ലേ? ഇസ്തിഖാമത്ത് വേണോ? നിസ്കാരം ശരിയാവാതെ എന്ത് ഇസ്തിഖാമത്താ? നിസ്കാരം ഖളാക്കുന്നവർക്കും ഇസ്തിഖാമത്തുണ്ടോ ചിന്തിക്കണം. നിസ്കാരം ഖളാക്കുന്നവർക്ക് ഇസ്തിഖാമത്തുണ്ടാവോ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ. ഈമാൻ ശരിയായതിനു ശേഷം ഇസ്തിഖാമത്ത് വേണം. നിസ്കാരം ഖളാക്കി എന്ത് ഇസ്തിഖാമത്താ? ആർക്കാ വൈലാർക്കാ? വൈലുൽ ലിൽ മുസല്ലീന അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. വൈലാർക്കാ? മുസ്ലിമീങ്ങൾക്കല്ലേ വൈൽ? മുസല്ലി എന്ന് പറഞ്ഞ ആരാ? കാഫിറാ? വൈല് മുസ്ലിമീങ്ങൾക്കാണ്, വൈല് മുസല്ലിക്കാണ്, വൈല് മുസ്ലിമിനാണ്, വൈല് മുഅ്മിനാണ്. വൈലുൽ ലിൽ മുസല്ലീൻ. ഏത് മുസല്ലി? ഇടക്കിടക്ക് നിസ്കരിക്കുന്നവർ. തീരെ നിസ്കരിക്കാത്തവരാണെങ്കിൽ പിന്നെ മുസല്ലി എന്ന് പറയോ? അപ്പൊ ഇടക്കിടക്ക് നിസ്കരിക്കും, ഇടക്ക് ഒഴിവാക്കും. റമദാൻ സ്പെഷ്യൽ, ആഴ്ചപ്പതിപ്പ് അല്ല, വെള്ളിയാഴ്ച മാത്രം സ്പെഷ്യൽ. ഇങ്ങനെ എത്ര ആളുകളുണ്ട് റമദാൻ മാത്രം വന്ന പള്ളി കയറും. എന്താ അല്ലാഹ് പറഞ്ഞത്? വൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അവിടെ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങളാണെന്ന് തോന്നുന്നു, മഹാനവർ പറയുന്നുണ്ട്, അൽഹംദുലില്ലാ ഫീ സ്വലാത്തിഹിം എന്ന് അല്ലാഹ് പറഞ്ഞില്ലല്ലോ. ഫീ സ്വലാത്തിഹിം എന്താ ഫീ സ്വലാത്തി എന്ന് പറഞ്ഞാല്? നിസ്കാരത്തിൽ അശ്രദ്ധയുള്ളവർ അല്ലാഹു അക്ബർ കൈകെട്ടിക്കഴിഞ്ഞ അല്ലാഹ് ടോർച്ച് അവിടെ വെച്ച് മറന്നിക്കണം. അതാണ് കൈകെട്ടിയൽ. നിസ്കാരത്തിൽ കൈ അല്ലാഹ് കണ്ടക്ടറേക്ക് ബാക്കി പൈസ വാങ്ങിയില്ല, കൈകെട്ടിയാ വരിക. അപ്പൊ എന്താവും? ഫീ സ്വലാത്തിഹിം. നിസ്കാരത്തിന്റെ ഉള്ളിലാണ് അശ്രദ്ധയെങ്കിൽ അവർക്ക് വൈരി വരുമെന്നർത്ഥമാകും. അൽഹംദുലില്ലാഹ് ഫീ പറയാതെ അന്നല്ലേ അല്ലാഹ് ഉപയോഗിച്ചത്. വൈലുൽ ലിൽ മുസല്ലീന അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരം ഖളാക്കുന്നവരാണ്. നിസ്കാരം ഖളാക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇടക്കിടക്ക് നിസ്കരിക്കുന്നവർക്ക് ഭൂമിയിൽ വെച്ച് തന്നെ അല്ലാഹു ശിക്ഷ കൊടുക്കുമെന്നാണ്. എന്താ ശിക്ഷ? അവരെ മുഖത്തുള്ള ഈമാന്റെ വെളിച്ചം അല്ലാഹ് എടുത്തു കളയും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എടോ, തൊലിയുടെ നിറമല്ല ഈ പറയുന്നത്, ഈമാന്റെ ഒരു വെളിച്ചമുണ്ട്. ഒരു ഹൈബത്തുള്ള മുഖം വരാനുണ്ട്. മുഅ്മിന്റെ മുഖത്തൊരു വെളിച്ചമുണ്ടാകും. അതാണ് ഈ പറയുന്നത്. നിസ്കാരം ഖളാക്കുന്ന ആളെ മുഖത്ത് ആ വെളിച്ചം അല്ലാഹ് നീക്കിക്കളയും. പിന്നെയോ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകില്ല, ബറക്കത്ത് നഷ്ടപ്പെടും, ബറക്കത്തുണ്ടാവില്ല. ഒരുപാട് കാശ് കിട്ടുന്നില്ല, ഒന്നും കാണുന്നില്ല ഉസ്താദേ, എന്തൊക്കെ ആയി പോവാണ്. എടോ, നിസ്കാരം ഖളാക്കുന്നുണ്ടോ ശ്രദ്ധിച്ചോ, ബറക്കത്ത് നഷ്ടപ്പെടും. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? നിസ്കാരം ഖളാക്കിയിട്ട് നീ ചെയ്യുന്ന സുന്നത്തുകളൊന്നും അല്ലാഹുവിന് വേണ്ട. ഫർള് വിട്ടാതെ സുന്നത്ത് അല്ലാഹുക്ക് വേണ്ട. അതാ ഫർള് ഖളായി കാരണം കൂടാതെ ഖളാക്കിയ ഫർള് നിസ്കാരം ഉണ്ടായിരിക്കെ സുന്നത്ത് നിസ്കരിക്കൽ ഹറാമല്ലേ? തറാവീഹ് നിസ്കരിക്കാൻ പറ്റുമോ? അതൊരു ചർച്ചയാണ്. തറാവീഹ് നിസ്കരിക്കാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട അഹ്മദ് വൈശാലിയാത്തി റഹിമഹുല്ലാഹ് തന്റെ ഫതാവുൽ അസ്ലിൽ പറയുന്നു, ഫർള് ഖളായ ഒരാളോട് നീ തറാവീഹ്ക്ക് വരണ്ടാന്ന് പറഞ്ഞാൽ അയാൾ തറാവീഹ്ക്കും വരൂല, ഫർളും ഖളാ വിട്ടൂല. അതുകൊണ്ട് നീ പറയല്ല. ഇമാം ശാലിയാത്തി റഹിമഹുല്ലാഹ് പറ നിക്കല്ല, പറഞ്ഞാൽ മൂപ്പര് ചിലപ്പോ ഫർളും ഖളാ വിട്ടൂല, തറാവീഹ്ക്കും വരൂല. ശരിയാ, അങ്ങനെ മനുഷ്യന്മാരുടെ അവസ്ഥ. അപ്പോൾ ഇസ്തിഖാമത്തിന്റെ പ്രധാനപ്പെട്ട വഴി എന്താ? ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ പിന്നെ നിസ്കാരമല്ലേ മുഅ്മിനെ? അത് ക്ലിയർ ആവാതെ എന്ത് ഇസ്തിഖാമത്താ? നിസ്കാരം ഖളാക്കുന്നവർക്ക് ദുനിയാവിന് കൊടുക്കുന്ന ശിക്ഷ 3 എണ്ണമാണ്. മുഖത്തുള്ള പ്രകാശം നഷ്ടപ്പെടും, ജീവിതത്തിൽ ബർക്കത്ത് കുറയും, മാത്രമല്ല മറ്റുള്ള സുന്നത്തായ അമലുകൾ അല്ലാഹു സ്വീകരിക്കൂല. മരണസമയത്തും ശിക്ഷ വരുമെന്താ? മരണസമയത്ത് കഠിനമായ ദാഹം അനുഭവപ്പെടുമെന്നാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആർക്കും മനസ്സിലാവുന്നില്ല. ഇയാൾ ദാഹിക്കുന്ന വേറെ നോക്കി തീരോ? എനിക്ക് ദാഹം നിങ്ങൾക്ക് തീരോ? വേറെ നോക്കുമ്പോ ദാഹം എന്ന് പറയുന്നത് ആ വ്യക്തിക്കേ തിരിയൂ.
മരണമാസന്നമായ വ്യക്തി ദാഹിച്ച് വല്ലാതെ പ്രയാസപ്പെടും, നിസ്കാരം കളാക്കുന്ന ആളാണെങ്കിൽ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലായില്ലല്ലോ. വഅൻതും ഹീനൈദിൻ തൻദുറൂൻ, നിങ്ങളെല്ലാവരും നോക്കി നിൽക്കുകയാണ്. ബാപ്പ മരിക്കാൻ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും. ബാപ്പാന്റെ സക്കറാത്തിന്റെ സമയം. ബാപ്പാക്ക് ദാഹമുണ്ടോ, ബാപ്പാക്ക് വിശപ്പുണ്ടോ, ബാപ്പാക്ക് എല്ലാ പ്രയാസമുണ്ടോ എന്ന് ആർക്കാ മനസ്സിലാകുക? ആർക്കും മനസ്സിലാവില്ല. വഅൻതും ഹീനൈദിൻ തൻദുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും, എന്നാൽ നിങ്ങളൊക്കെ നിൽക്കുന്നതിനേക്കാളേറെ ഞാൻ അടുത്തുണ്ട്. നിങ്ങളൊക്കെ എല്ലാവരും നോക്കി നിൽക്കല്ലേ, അതിനേക്കാൾ അടുത്ത് ഞാനുണ്ട്. ആരാ പറയുന്നത്? അല്ലാഹു. ഞാനെന്ന് പറഞ്ഞാൽ എന്റെ മലക്കുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, അതുകൊണ്ട് സുമ്മസ്തഖാമു ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങൾ രക്ഷിതാവ് എന്ന് പറഞ്ഞ് ഈമാൻ ക്ലിയർ ചെയ്തവൻ, ഈമാൻ ശരിയാക്കിയവൻ, സുമ്മസ്തഖാമു, പിന്നെ ഇസ്തിഖാമത്തിന്റെ വഴിയിൽ ഉറച്ചു നിന്നവൻ. അതാണ് ഇസ്തിഖാമത്ത്. ഇസ്തിഖാമത്തിൽ ഒന്നാമത്തത് നിസ്കാരം തന്നെയാണ്. അതത്ര പറയാനുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഫർള് മാത്രം എടുത്താൽ മതിയോ ഇസ്തിഖാമത്ത് ശരിയാവാൻ? ഫർള് മാത്രം മതിയോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ഫർളിന്റെ ശേഷമുള്ള സുന്നത്തൊക്കെ കുറച്ച് ഉസ്താമാർക്ക് മാത്രമുള്ളതാ, കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക് മാത്രമുള്ളതൊക്കെ ഇറങ്ങിപ്പോനാണ്. ജുമഅക്ക് വന്നിട്ട് ദുആക്ക് പോലും നിൽക്കാൻ നമുക്ക് സമയമില്ല. പിന്നെ സുന്നത്ത് നിസ്കാരം എവിടെ? ഓരോ മഹല്ലത്തിലും 40 ആളുകൾ കൂടിയിട്ട് ജുമാ നിസ്കരിക്കണമെന്നെന്തിനാ ഷാഫി മദ്ഹബിൽ തീരുമാനിച്ചത്? 40 ആൾ കൂടിയാൽ അവിടെ ദുആക്ക് ഇജാബത്തുള്ള ഒരാളുണ്ട്, ഇജാബത്ത് കിട്ടും. ആമീൻ ആമീൻ എന്ന് പറയുമ്പോൾ ഉത്തരം കിട്ടും. സമയമല്ല, ഓടല്ലേ. എന്നിട്ട് സുന്നത്ത് നിസ്കാരം എടുക്കുന്നുണ്ടോ? സുന്നത്തില്ലെങ്കിൽ പിന്നെന്ത് ഇസ്തിഖാമത്താണ്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അല്ലാഹു സുന്നത്താക്കിയ ഫർളായ നിസ്കാരത്തിന്റെ മുന്നിലും പിന്നിലുമുള്ള സുന്നത്ത്, റവാത്തിബ്, ളുഹാ, തഹജ്ജുദ്, വിത്ർ, ഞാൻ എണ്ണി പറയുന്നില്ല, സുന്നത്ത് നിസ്കാരം വിശദീകരിക്കുന്നില്ല, എല്ലാവർക്കും അറിയാം. അതൊക്കെ ജീവിതത്തിൽ പകർത്തണം. അത് ഇസ്തിഖാമത്തിന്റെ മാർഗമാണ്, ഇസ്തിഖാമത്തിന്റെ മാർഗമാണ്. നിങ്ങൾക്കറിയില്ല, ബഹുമാനപ്പെട്ട റബീ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ ഹദറത്തിൽ തങ്ങൾ ഒളു എടുക്കുമ്പോ രാത്രി പാതിരാ സമയത്ത് തങ്ങൾക്ക് ഒതെടുത്തു കൊടുക്കാൻ വേണ്ടി, തങ്ങൾക്ക് ഒളുവിന് വെള്ളം എടുത്തു കൊടുക്കാൻ വേണ്ടി ഉറക്കം കളഞ്ഞ് ഖാദിമായി മുത്തുനബിന്റെ പ്രിയ ശിഷ്യൻ റബീ റളിയല്ലാഹു അൻഹു കാത്തിരിക്കുന്ന സംഭവം നമുക്കറിയാം. ഡോർ രാത്രി തുറന്നപ്പോ റബിയ തങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. നല്ല റബിയ, നിങ്ങൾ വീട്ടിൽ പോയിട്ടില്ലേ? തണുപ്പുള്ള രാത്രി വീട്ടിൽ പോയിട്ടില്ലേ? ഞാൻ നിങ്ങൾക്ക് വെള്ളം തരാൻ അവിടെ ഇരിക്കുകയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മക്കേതായാലും ഖിദ്മത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. റസൂലുള്ളാഹി നമ്മളെ മുമ്പിലില്ലല്ലോ. അവിടുത്തെ മഹബത്ത് കൊണ്ട്, ഖൽബ് കൊണ്ട് ഖിദ്മത്തെടുത്തോ, ഖൽബ് കൊണ്ട് ഖിദ്മത്തെടുത്തോ, മഹബത്ത് കൊണ്ട് ഖിദ്മത്തെടുത്തോ. അള്ളാഹു ആ മഹബത്ത് ശക്തിയാക്കി തരട്ടെ. അതാണ് ഞാൻ അവിടെ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് വെള്ളം തരാം പാതിരാ നേരത്ത്. അല്ല റബിയ, വല്ലാത്തൊരു സ്നേഹം. അങ്ങനല്ലേ ഒരു ഇഷ്ടപ്പെട്ട ശിഷ്യനെ കാണുമ്പോ, ഒരു മുരീദിനെ കണ്ടപ്പോ, ശിഷ്യനെ കണ്ടപ്പോ, അവിടുത്തെ സ്വഹാബിയെ കണ്ടപ്പോ തങ്ങൾക്ക് വല്ലാത്തൊരു സ്നേഹം. എനിക്ക് പാതിരാ നേരത്ത് ഒതുവിന് വെള്ളം എടുത്തു കൊടുക്കാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങാതെ കാത്തിരിക്കുന്ന ഒരു സ്വഹാബിയല്ലേ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇപ്പൊ ചോദിച്ചോളി. നിങ്ങൾക്ക് എന്താ ആരായി ചാൻസ് കൊടുക്കുന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ചോദിച്ചോളി, ചോദിച്ചോ. എന്താ വേണ്ടത്? നമ്മളാണ് എന്ത് പറയും? നമ്മളാണ് എന്താ പറയാ? ഞാൻ 4 കൊല്ലമായി പെരിപ്പണി തുടങ്ങിയിട്ട് ഇതിനെ പൂർത്തിയായിട്ടില്ല. ചിലപ്പോ അത് പറയും. അല്ലെങ്കിൽ പറയും, മകനൊരു വിസ കുറെ സമയമായി നോക്ക്, കുറെ കാലമായി നോക്കുന്നു. സുബ്ഹാനല്ലാഹ്, റബീയ തങ്ങൾ ചോദിച്ചത് സ്വർഗമല്ല. ശ്രദ്ധിക്കണം, റബീയ തങ്ങൾ ചോദിച്ചത് സ്വർഗമല്ല, മുത്തുനബിയുടെ റഫീഖിനെയാണ്, മുത്തുനബിയുടെ കൂട്ടുകാരനാവണമെന്നാണ്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, എനിക്ക് വേണ്ട ഒറ്റ കാര്യം നബിയെ, എനിക്ക് സ്വർഗത്തിൽ നിങ്ങൾ കൂട്ടുകാരനാവണം, എനിക്ക് നിങ്ങളെ മുറാഫഖത്ത് കിട്ടണം, നിങ്ങൾ എന്റെ കൂട്ടുകാരനാവണം. മുഹമ്മദ് റസൂലുള്ളാഹി. വേറെ എനിക്കൊന്നും വേണ്ട. അല്ലാഹു അക്ബർ. ഇത് വല്ലാത്ത ചോദ്യമാണല്ലോ, വല്ലാത്ത ചോദ്യമാണ്. എന്തായി പറയുന്നത്? ആരെ കൂടാ കൂട്ടുകാരൻ? സ്വർഗത്തിന്റെ ഡോർ ആദ്യമായി മുട്ടുന്നവൻ ഞാനാണ്. സ്വർഗത്തിന്റെ ഡോർ ആദ്യമായി ഞാൻ മുട്ടും. സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യം പിടിച്ചു കുലുക്കുന്നവൻ ഞാനാണ്. പിടിക്കുന്ന ആള് ഞാനാണ്. ഞാൻ ആദം സന്ധ്യയുടെ നേതാവാണ്. എന്റെ പിന്നിലാണ് മുഴുവൻ ആളുമുള്ളത്. മുഹമ്മദുർ റസൂലുള്ളാഹി.
അൽഹംദുലില്ലാ ഈ മുത്തുനബിന്റെ കൂട്ടുകാരനാവണമെന്നാ പറയണത്. വല്ലാത്തൊരു ചോദ്യല്ലേ. ഏറ്റവും അടുത്തൊരു കൂട്ടുകാരൻ വേറൊരാളില്ലേ, അതാരാ? അഫ്ളലുൽ ബശർ ബഅദൽ അംബിയാ സയ്യിദുനാ സിദ്ദീഖ്. അൽഹംദുലില്ലാ സാഹിബല്ലേ. ഖുർആൻ കൂട്ടുകാരൻ എന്ന് പറഞ്ഞില്ലേ? സിദ്ദീഖ് തങ്ങളെ, അബൂബക്കർ തങ്ങളെ, ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യം സ്വർഗത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ആള് നിങ്ങളാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. ഒന്നാമത്തെ കൂട്ടുകാരൻ അതന്നെ. മുത്തുനബിന്റെ ഒപ്പം സ്വർഗത്തിൽ കണ്ട് കിടക്കും. വലത്തെ കാലെടുത്ത് വെച്ച് ആദ്യം ഉമ്മത്തിൽ നിന്ന് കാലെടുത്ത് വെക്കുന്ന ആളാണ് ചോദിച്ചാൽ കുട്ടികളെ പഠിച്ചു വെക്കണം. അബൂബക്കർ സിദ്ദീഖ്. നോമ്പിൽ നമ്മൾ നോമ്പുകാരല്ലേ? നോമ്പുകാർക്ക് സ്പെഷ്യൽ വാതിലില്ലേ? റയ്യാൻ വാതില്. എന്നാൽ നോമ്പുകാർക്ക് മാത്രമല്ല, നിസ്കാരക്കാർക്ക് വേറെ വാതിലില്ലേ? സക്കാത്തിന് വേറെ വാതിലില്ലേ? എല്ലാ വാതിലിലും ഓരോരുത്തരെ വിളിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് മുത്തുനബിയോട് ചോദ്യം. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹ്, അങ്ങനെയാണെങ്കിൽ ഒരേ ഡോറിൽ നിന്ന് പല ഡോറുകളിൽ നിന്ന് ഒരാളെ തന്നെ വിളിക്കുമോ? മനസ്സിലായോ? നോമ്പിന്റെ വാതിൽ നിന്ന് ഒരാൾ വിളിക്കുന്നു, ആ വ്യക്തിയെ തന്നെ നിസ്കാരത്തിന്റെ വാതിൽ നിന്ന് വിളിക്കുന്നു, ആ വ്യക്തിയെ തന്നെ മറ്റേ ഡോറിൽ നിന്ന് വിളിക്കുന്നു. എല്ലാ ഡോറിന്നും കൂടി ഒരാളെ തന്നെ വിളിക്കുമോ നബിയേ യാ റസൂലല്ലാഹ്? അപ്പോഴാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് നമ്മുടെ മുത്തുനബി, നമ്മുടെ മഅ്ശൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ എന്താ പറഞ്ഞറിയോ? അങ്ങനെ വിളിക്കും സിദ്ദീഖ്, അങ്ങനെ വിളിക്കും. അങ്ങനെ വിളിക്കുന്നു മാത്രമല്ല, അർജൂ അൻ തകൂന മിൻഹും, അർജൂ അൻ തകൂന മിൻഹും, അങ്ങനെ വിളിക്കുന്ന പാർട്ടിയിൽ നിങ്ങളും ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അൽഹംദുലില്ലാ. റബിയ തങ്ങൾ ചോദിക്കുന്നത് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പദവിയല്ല, ഈ ചാൻസ് ഉപയോഗപ്പെടുത്തുകയാണ്. എനിക്ക് നിങ്ങളെ കൂടെ കൂടാൻ പറ്റുമോ സ്വർഗത്തിൽ? അവകയറദാലിക്കയാ റബിയ. വേറൊന്നും ചോദിക്കാനില്ല റബിയ, ഇതന്നുള്ളൂ. വേറൊന്നുമില്ലേ? വേറൊന്നും ചോദിച്ചൂടെ? വേറൊന്നുമില്ല, എനിക്ക് നിങ്ങളെ മുറാഫഖത്ത് വേണം, എനിക്ക് നിങ്ങളെ കൂട്ടുകാരനാവണം. അപ്പോഴാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇസ്തിഖാമത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ് ഞാൻ ഈ പറഞ്ഞത്. ഐന്നി അലാ ദാലിക ബികസ്റത്തി സുജൂദ്, സുജൂദ് അധികരിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് ആദരവായ റസൂലുള്ളാഹി. സുജൂദ് അധികരിപ്പിച്ച് സഹായിക്കണം. സുജൂദ് അധികരിപ്പിക്കാൻ എങ്ങനെ സുജൂദ് അധികരിപ്പിക്കല്? സുന്നത്ത് നിസ്കാരമൊക്കെ കൂട്ടന്നെ. തറാവീഹ് കഴിച്ചാൽ ഞാൻ ചോദിച്ചില്ല എത്ര സുജൂദായി, വിത്റും കൂടി എത്ര സുജൂദായി, അന്നത്തെ ഇശാവും സുന്നത്തും എത്ര സുജൂദായി? സുജൂദ് അധികരിപ്പിച്ച് എന്നെ ഒന്ന് സഹായിക്കണം. എന്റെ മുറാഫഖത്ത്, എന്റെ റഫീഖ്, എന്റെ കൂടെ റഫീഖാവാം സ്വർഗത്തിൽ, പക്ഷെ ഒന്ന് സഹായിക്കണം എന്നെ. സുജൂദ് അധികരിപ്പിച്ച് എന്നെ സഹായിക്കണമെന്ന് ആദരവായ റസൂലുള്ളാഹി. അൽഹംദുലില്ലാഹ്. അപ്പൊ സുന്നത്ത് അധികരിപ്പിച്ചാൽ സ്വർഗത്തിൽ മുത്തുനബിന്റെ കൂടെ കൂടാൻ സാധിക്കും. ഇസ്തിഖാമത്തിന്റെ വഴിയാണ്. ഫർളായ നിസ്കാരം ഒഴിവാക്കാതിരിക്കുക, സുന്നത്തായ നിസ്കാരം അധികരിപ്പിക്കുക. അങ്ങനെ ഇസ്തിഖാമത്തിലൂടെ പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അത് മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുന്നത്ത് നിസ്കാരം മാത്രമല്ല, ജീവിതത്തിൽ സുന്നത്തായ അമലിൽ വർദ്ധിപ്പിക്കണം. ഇസ്തിഖാമത്തിന്റെ മാർഗമാണത്. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു പരിപാടി നടത്തുകയാണെങ്കിൽ, വീട്ടിൽ സർക്കാരോ കല്യാണം നടത്തുകയാണെങ്കിൽ എന്താ അധികം ആളുകളും ചായ കുടിക്കുമ്പോൾ എടുത്ത കൈയുണ്ട്. മാഅദല്ലാഹി ശരി ദാലിക്. ശീലിച്ചുപോയി, മനുഷ്യൻ ശീലിച്ചുപോയി, തിന്മക്ക് മനുഷ്യൻ അടിമപ്പെട്ടു പോയി. അതാ ചില ആളുകൾ ഇരട്ട കൈ കൊണ്ടല്ല, ചില ആൾ ചെയ്യൽ എന്താ അറിയോ? ചില ആളുകൾ എന്താ ചെയ്യല്? ഇരട്ട കൈ കൊണ്ട് പിടിക്കും, വലത്തെ കൈ കൊണ്ട് കുത്തുകൊടുക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? ഇടത്തെ കൈ കൊണ്ട് ചായന്റെ ഗ്ലാസ് പിടിക്കും, വലത്തെ കൈ കൊണ്ട് ഒരു കുത്തും കൊടുക്കും, ഒരു വായക്ക് കുത്തുകൊടുക്കണായിരിക്കും. വലത്തേ കൈ കൊണ്ട് മുത്തുനബി പിടിക്കാൻ പറഞ്ഞത്, ഇടത്തേ കൈ കൊണ്ട് ചാന്റെ ഗ്ലാസ് പിടിക്കും. ഈ കേൾക്കുന്ന എല്ലാവരും ഇനി മുതൽ മാറ്റിക്കളിയത്. ഇടത്തേ കൈ കൊണ്ട് പിടിക്കും, പിന്നെ വലത്തേ കൈ കൊണ്ട് മുത്തുനബി പറഞ്ഞല്ലേ എന്ന് കരുതി കുത്തും കൊടുക്കും. അങ്ങനെ വലത്തേ കൈ കൊണ്ട്. ഒരിക്കൽ നമ്മുടെ വന്യരായ നമ്മുടെ താളുടെ VC ബഹാദൂർ അവർക്ക് ക്ലാസ് പറഞ്ഞു, ചമ്മാട്ട് ക്ലാസ് എടുക്കുമ്പോ. അങ്ങനെ കുത്തുകൊടുക്കുന്ന ആൾക്കാർ ഐക്യമുന്നണി ആക്കാണ്, മുത്തുനബിനും ഷെയ്ത്താനും കൂടി. വളരെ ശരിയാണ്. ഐക്യമുന്നണി എന്താ? ഇടത്തേ കൈ കൊണ്ട് ഷെയ്ത്താൻ, വലത്തേ കൈ മുത്തുനബിന്റെ കുത്തോ. ഈ പരിപാടി നിർത്തണം. അഷ്റഫുൽ ഖൽഖ് തഹ റസൂലുള്ളാഹി തങ്ങൾ വലത്തേ കൈ കൊണ്ട് കുടിക്കാൻ പറഞ്ഞാൽ മുഅ്മിന് വലത്തേ കൈ കൊണ്ട് തന്നെ അങ്ങനെ ഉറപ്പിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പക്ഷെ ഇങ്ങനൊക്കെ പറഞ്ഞാലും ഡിസ്പോസിബിൾ ഗ്ലാസ് കുടിച്ച് വലിച്ചവരാണ്. എന്നാൽ എല്ലാവരും ഇടത്തേ കൈയിലാണ് കുടിക്കുന്ന. കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. ഒരു മുസ്ലിം ചെയ്യേണ്ട പണിയാണോ അത്? വ്യാപകമായിട്ട്
നിർത്തണം. റസൂലുള്ളാഹി തങ്ങളെ മുമ്പിൽ വെച്ച് ഇടത്തെ കൈകൊണ്ട് കുടിച്ച ഒരാള് അല്ലാഹുവിന്റെ റസൂൽ കൈകൊണ്ട് കുടിക്കാൻ, എനിക്ക് വലത്തെ കൈകൊണ്ട് കുടിക്കാൻ കഴിയില്ലെന്ന് മറുപടി കൊടുത്തു. വെറുതെ പറഞ്ഞതാ അദ്ദേഹം, വലത്തെ കൊണ്ട് കുടിക്കാൻ കഴിയില്ല. എന്താ അങ്ങനെ പറയാൻ? വകാന മുനാഫിഖാ, അയാൾ മുനാഫിഖായിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട ഹദീസിന്റെ ശാരീഹ്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. മുനാഫിഖായിരുന്നു, കയ്യൂലാറിനാൾ. സുബ്ഹാനല്ലാഹ്, കയ്യൂല എന്ന് പറഞ്ഞപ്പോ മുത്തുനബി പറഞ്ഞു, എങ്കിൽ നിനക്ക് കഴിയില്ല, ഇനി കുടിക്കാൻ വലത്തെ കൈ കൊണ്ട് കഴിയില്ല. പിന്നെ ജീവിതത്തിൽ ആ മനുഷ്യൻ വലത്തെ കൈ ഉയർത്തിയിട്ടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. ശീലിക്കണം, നമ്മൾ കുറെ മാറ്റം വരുത്തണം ജീവിതത്തിൽ. പള്ളിക്കാരും വലത്തെ കാലം നോക്കണം. ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജി നവ്വറല്ലാഹു മർഖദ ഈ വേദിയുടെ തൊട്ടടുത്ത് പള്ളിയുടെ മുൻവശത്ത് വിശ്രമിക്കുന്നുണ്ട്. അള്ളാഹു അവിടെ ദറജ ഏറ്റി കൊടുക്കുമാറാവട്ടെ. മഹാനവറുകൾ ഉള്ള ജീവിത കാലഘട്ടത്തിൽ പള്ളിന്റെ ഡോറിന്റെ അടുത്ത് നിൽക്കും. കുട്ടികൾ ക്ലാസ് വിട്ട് പള്ളിയിലേക്ക് വരുമ്പോ കുട്ടി എടുത്തു വെക്കുന്ന കാല് പള്ളിയിലേക്ക് ഏത് കാലാണെന്ന് നോക്കാൻ. നിങ്ങൾക്കറിയോ ഏത് കാലാണ് ഈ കുട്ടി എടുത്തു വെക്കുന്നത്? ഇടത്തെ കാലാണോ വലത്തെ കാലാണോ പള്ളിയിലേക്ക് വെക്കുന്നു നോക്കിയിട്ട് കുട്ടിയെ ഉപദേശിക്കാൻ വേണ്ടി പള്ളിയുടെ ഡോറിന്റെ ഭാഗത്ത് നിൽക്കുമായിരുന്നു പലപ്പോഴും ബാപ്പുട്ടി ഹാജി. അത് ഇത്തിബാഅ സുന്നയാണ്, സുന്നത്താണ്. വലത്തെ കാല് വെക്കണം, പുറത്ത് കിടത്ത്. എന്തിന് സുന്നത്ത് കളി നമ്മൾ ശീലിക്കണം. ഞാനടക്കം എന്റെ നഫ്സിനോട് ആദ്യം വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വെള്ളം കുടിക്കുമ്പോൾ മാത്രമല്ല സുന്നത്ത്, നമ്മൾ മലമൂത്ര വിസർജനത്തിന് പോകുമ്പോൾ ഇടത്തെ കാല് വെക്കണം. ഏതെങ്കിലും ഒരു കാല് വെക്കാൻ ചാടാൻ പറ്റില്ലല്ലോ, ഒരു കാല് വെക്കണ്ടേ? അത് ഇടത്തേ തന്നെ വെക്കണം. എന്റെ മുത്തുനബി അങ്ങനെ പറഞ്ഞോ, അങ്ങനെ ശീലിക്കണം. ഈ പ്രസംഗം കേൾക്കുന്ന, ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്ന സഹോദര സഹോദരിമാരെ, നിങ്ങളെല്ലാവരും ഇനി ഈ സുന്നത്തൊന്ന് ഹയാത്താക്കണം. പലരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. പുറത്തേക്ക് വരുമ്പോൾ വലത്തെ കാല് വെക്കണം. എവിടുന്ന്? വിസർജന സ്ഥലത്തുനിന്ന്. പിന്നെ തലമറക്കണം. ഇതൊക്കെ വെറുതെ സുന്നത്തായി കൽപ്പിച്ചതാ. തലമറക്കണം. തലമറച്ച് ശീലിച്ച പെണ്ണുങ്ങൾ പോലും സ്വന്തം വീടിന്റെ അകത്തളത്തിലുള്ള ലാട്രിനിലേക്ക് കിടക്കുമ്പോൾ തലയിൽ തട്ടമില്ലാതെയാണോ കിടക്കുന്നത്? ആലോചിക്കേണ്ട കാര്യമാണ്. സാധാരണ തട്ടിടുന്ന പെണ്ണുങ്ങൾ പോലും ചിലപ്പോൾ വീടിന്റെ ഉള്ളിലുള്ള കക്കൂസ് കിടക്കുമ്പോൾ തല തട്ടടാതെയാണ്. ഹബീബിന്റെ സുന്നത്ത് കളയണ്ട. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ, അള്ളാഹുവാണ് എന്റെ രക്ഷിതാവ് എന്ന് പറയുകയും പിന്നെ ഇസ്തിഖാമത്തിന്റെ വഴിയിലൂടെ പോവുകയും ചെയ്തവർ. ആ ഇസ്തിഖാമത്താണ് ഈ പറഞ്ഞത്. ഫർള് നിസ്കാരം മാത്രമല്ല, സുന്നത്ത് നിസ്കാരം മാത്രമല്ല, ജീവിതത്തിലെ സുന്നത്തുകൾ. താടി പഠിക്കുന്നവർ താടി എന്തുകൊണ്ട് താടി വെച്ചുകൂടാ? ഹബീബിന്റെ സുന്നത്തല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. സുന്നത്തെടുക്കണം, എന്നാ വെക്കുക, എന്നാ അത് വെക്കുക. ഹബീബിന്റെ സുന്നത്തെടുക്കാൻ മനസ്സിൽ ഖൽബിന്റെ ഉള്ളിൽ താല്പര്യം ഉണ്ടാവണം. സഹോദരിമാരെ, നിങ്ങൾ ശ്രദ്ധിക്കണം. മുത്തുനബിയില്ലേ, ബഹുമാനപ്പെട്ട നമ്മുടെ ഹബീബായ, നമ്മുടെ മഅ്ശൂഖായ മുത്തുനബിയുടെ മകളില്ലേ, പൊന്നാര ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബീവി വഫാത്തായ സമയത്ത് ഫാത്തിമ ബീവിക്ക് ഒരു സങ്കടം. എന്താ? എന്റെ മയ്യത്ത് ഉണ്ടാകുമ്പോ ശരിക്കുള്ള മറയുള്ള മയ്യത്ത് കെട്ടിൽ, ഇന്ന് കാണുന്ന മയ്യത്ത് കെട്ടിൽ ജനാസ പുറത്ത് കാണൂലല്ലോ, അങ്ങനത്തെ മയ്യത്ത് കെട്ടിലിൽ കൊണ്ടുപോകുമോ? അന്ന് ഒരു പലന്റെ മുകളിലാണ് കൊണ്ടുവരുന്നത്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹുവിന്റെ സങ്കടം വന്നത്. ഹിജാബ് കൂടാതെ പുറത്തിറങ്ങുന്ന പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണം. ഫാത്തിമ ബീവി ആരാ? സയ്യിദത്തു അഹ്ലിൻ നിസാ, സഹോദരിമാരുടെ സ്വർഗത്തിലെ സഹോദരിമാർക്ക് നേതാവാണ് ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റാ. നമ്മുടെ മുഖ്യപ്രഭാഷകൻ ബഹുമാനപ്പെട്ട മുസ്തഫ ഹുദവി വരുന്നുണ്ട്. ഞാൻ ചുരുക്കുകയാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി അവർക്കും നമുക്കുമൊക്കെ ഒരുപാട് കാലം ഇസ്സത്തിലായി ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ എന്റെ ആയത്ത് പൂർത്തിയാക്കിയിട്ടില്ല. ആയത്ത് പൂർത്തിയാക്കിയിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤك في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم.